അള്ളാഹുവിന്റെ മഹാന്മാരുമായി എല്ലാ നിലക്കും ഞങ്ങൾ ബന്ധപ്പെടണം. മഹാന്മാരെ മറന്നുകൊണ്ടൊരു ഈമാനോ ഒരു ഇസ്ലാമോ ഇല്ല. ശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞല്ലോ, യാ അയ്യുഹല്ലദീന ആമനൂ തഖുല്ലാഹ്. മുഅ്മിനീങ്ങളെ വിളിച്ചിട്ട്, ഈമാനുള്ളവരെ വിളിച്ചിട്ട്, കണ്ട എല്ലാ മനുഷ്യന്മാരെയും വിളിച്ചതല്ല. ലോകത്ത് ഇഷ്ടം പോലെ മനുഷ്യന്മാരുണ്ട്, ഒരുപാട് ഭാഷക്കാരുണ്ട്, ദേശക്കാരുണ്ട്, ആണുങ്ങളുണ്ട്, പെണ്ണുങ്ങളുണ്ട്. പക്ഷെ എല്ലാവരെയും അല്ലാഹു വിളിച്ചില്ല. യാ അയ്യുഹല്ലദീന ആമനൂ, ഈമാനിന്റെ അംശമുള്ളവരെ ആദ്യമേ അല്ലാഹു പറഞ്ഞു. ഈമാനുള്ള അഹ്ലുകാരെ, മുഅ്മിനീങ്ങളെ, ഇത്തഖുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ തഖ്വയുള്ളവരാകണം, അല്ലാഹനെ നല്ലോണം പേടിക്കുന്നവരാകണം, ഹറാം ഹലാൽ മനസ്സിലാക്കി ജീവിക്കുന്നവരാകണം, ഫർളുകളും സുന്നത്തുകളും ജീവിതത്തിൽ പകർത്തുന്നവരാകണം, അല്ലാഹുവിന്റെ ദീനിന്റെ നിയമങ്ങൾ ഫോളോ ചെയ്ത് ജീവിക്കണം, നിങ്ങൾ തഖ്വയോടെയുള്ളവരാകണം. അല്ലാഹു പറഞ്ഞു. പറഞ്ഞിട്ട് നിർത്തിയാൽ മതി, കാര്യം എളുപ്പമായി, കാര്യം ക്ലിയറായി. യാ അയ്യുഹല്ലദീന ആമനൂ തഖുല്ലാഹ്, മുഅ്മിനീങ്ങളെ, നിങ്ങൾ മുത്തഖീങ്ങളാവണം, നിങ്ങൾ തഖ്വയിലൂടെ ജീവിക്കണം. കഴിഞ്ഞില്ലേ? പിന്നെ അതിന്റെ അപ്പുറം ഒന്നും പറയണമെന്നില്ലല്ലോ. പറയണം, അല്ലാഹനെ കാണാൻ, പരലോകമോക്ഷം ലഭിക്കാൻ, അല്ലാഹുവിന്റെ അനുഗ്രഹപൂരിതമായ സുഖലോക സ്വർഗ്ഗത്തിലൊത്തുകൂടാൻ, രാജാതിരാജനായ റബ്ബിന്റെ തിരുദർശനം നമുക്ക് ലഭിക്കാൻ ഇത്തഖുല്ലാഹ്, നിങ്ങൾ തഖ്വയോടെ ജീവിക്കണമെന്നുള്ള പറഞ്ഞു. എന്നിട്ട് അവിടെ റബ്ബ് നിർത്തിയില്ല, അവിടെ അല്ലാഹു നിർത്തിയില്ല. തഖ്വയിലൂടെ ജീവിച്ചാ മാത്രം പോരാ, നിങ്ങളെ തഖ്വയാകണമെങ്കിൽ, നിങ്ങളെ തഖ്വയാകണമെങ്കിൽ, നിങ്ങളെ ഈമാനാകണമെങ്കിൽ, നിങ്ങളെ ഇസ്ലാം ആകണമെങ്കിൽ, വകൂനൂ മഅസ്സാദിഖീൻ, തഖ്വയുള്ളവരെ മുഅ്മിനീങ്ങളെ വിളിച്ചിട്ട് അല്ലാഹു പറഞ്ഞ വാക്കാണത്. എല്ലാ മനുഷ്യന്മാർക്കും ബാധകമല്ല. പരിഹസിക്കുന്നവർക്ക് പരിഹസിക്കാം, ആക്ഷേപിക്കുന്നവർക്ക് ആക്ഷേപിക്കാം, അകന്നു പോകുന്നവർക്ക് അകന്നു പോകാം, സ്വീകരിക്കുന്നവർക്ക് സ്വീകരിക്കാം, അല്ലാത്തവർക്ക് തള്ളിക്കളയാം. ഇതെല്ലാവരോടും അല്ലാഹു പറഞ്ഞിട്ടില്ല. നല്ലവരായ മുഅ്മിനീങ്ങളെ വിളിച്ചിട്ട് അല്ലാഹു പറഞ്ഞ രണ്ട് കാര്യം. ഇത്തഖുല്ലാഹ്, നിങ്ങൾ അല്ലാഹുക്ക് തഖ്വയുള്ളവരാകണം. പോരാ, തഖ്വ മാത്രം പോരാ, വകൂനൂ മഅസ്സാദിഖീൻ, നല്ലവരോടൊപ്പം കൂടണേ. സ്വാലിഹീങ്ങള്, സ്വാദിഖീങ്ങള്, സിദ്ദീഖീങ്ങള്, ഔലിയാക്കൾ, നമ്മുടെ ഏണയാടിയുടെ മണ്ണിൽ അന്തിയുറങ്ങുന്ന മഹാന്മാരെ പോലെയുള്ളവർ ജീവിച്ചിരിക്കുന്നവരാകട്ടെ, മറപട്ട് കിടക്കുന്നവരാകട്ടെ, നാട്ടുകാരാകട്ടെ, പുറനാട്ടുകാരാകട്ടെ, അല്ലാഹുവിന്റെ മഹാന്മാരെ കൂടെ നിങ്ങൾ കൂടണോ, ഔലിയാക്കന്മാരെ കൂടെ നിങ്ങൾ കൂടണോ. അവരെ മറക്കല്ലേ, അവരെ വെറുക്കല്ലേ, അവരെ കൂടെ കൂടാതെ നിങ്ങളെ തഖ്വയാകുന്നില്ല. അല്ലാഹു പോരെ, അല്ലാഹു മതി, അല്ലാഹു പോരാന്ന് ആരും പറഞ്ഞിട്ടില്ല. പക്ഷെ അല്ലാഹു പറയുന്നത് എന്തറിയോ? അല്ലാഹു മാത്രം പോരാ, മഹാന്മാരെയും പിടിച്ചോളണമെന്നാ. അതാണ് ആയത്തിന്റെ അർത്ഥം. അല്ലാഹുവിന്റെ ഔലിയാക്കന്മാർ, അവർ അല്ലാഹുവിന്റെ ലോകത്ത് പരിശുദ്ധമായ ദീനിന് വേണ്ടി ജീവിച്ചവരാണ്, അല്ലാഹുക്ക് വേണ്ടി ജീവിച്ചവരാണ്. അവരുടെ എണ്ണമോ വണ്ണമോ ലോകത്ത് തിട്ടമല്ല. പ്രവാചകന്മാരുടെ എണ്ണം കാൽക്കുലേറ്റ് ചെയ്യപ്പെടുന്നത് പോലെ 1.25 ലക്ഷത്തോളം എന്ന ആധികാരികമായ കണക്ക് പറയപ്പെടുന്നത് പോലെ ഔലിയാക്കന്മാരുടെ എണ്ണം പറയാൻ കഴിയില്ല. അവർ ലോകത്തന്നുമുണ്ട്, എന്നുമുണ്ട്, ഇന്നുമുണ്ട്. ആണുങ്ങളുണ്ട്, പെണ്ണുങ്ങളുണ്ട്, മലയാളിയുണ്ട്, ബംഗാളിയുണ്ട്, എല്ലാ നിലക്കുള്ള എല്ലാ ഭാഷക്കാരിലുമുള്ള, എല്ലാ ദേശക്കാരിലുമുള്ള നല്ലവരായ വിശ്വാസികളിൽ ഔലിയാക്കളുണ്ട്. അത് ആദം നബി അലൈഹിസ്സലാം തൊട്ട് ലോകാവസാനം വരെ ഈ ലോകത്തുള്ളവരെ ഏർപ്പാടാണ് വിലായത്ത്. അല്ലാഹനെ വഴിപ്പെടുന്ന മുഅ്മിനീങ്ങൾ ഔലിയാക്കളാണ്, അവനെ അനുസരിക്കുന്നവർ ഔലിയാക്കളാണ്. അല്ലാഹുവിന്റെ വലി എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ കൽപ്പനകൾ പാലിക്കുന്നവരാണ്, ശരിയായ ഈമാനിന്റെ അഹ്ലുകാരാണ്. അല്ലാതെ പച്ചതട്ടം പുതച്ചിട്ട് വരുന്നവരൊന്നും ഔലിയാക്കളായി കൊള്ളണമെന്നില്ല. തസ്ബീഹമാല കയ്യിൽ പിടിച്ചിട്ട് പറഞ്ഞ് മണിമറിക്കേണ്ട തസ്ബീഹമാല അതങ്ങനെ കഴുത്തിലിട്ട് നടക്കുന്നത് കൊണ്ട് ഒരാൾ ഔലിയായി കൊള്ളണമെന്നില്ല. മഖാമിന്റെ പരിസരത്ത് വന്നിട്ട് എന്തോ പിറുപിറുക്കുന്നത് കാണുമ്പോ ഞങ്ങൾ ആരെയും ഔലിയാക്കളാക്കാൻ നോക്കേണ്ടതില്ല. മറിച്ച് ഔലിയാക്കൾ എന്ന് പറഞ്ഞാൽ ഇന്ന ഔലിയാഹു ഇല്ലൽ മുത്തഖൂൻ,
അവർ അല്ലാഹുവിനെ നല്ല പോലെ പേടിക്കുന്നവരാണ്. ദീനിന്റെ വരറ്റ കർമ്മങ്ങളോ കാര്യങ്ങളോ പേടിക്കാതെ അല്ലാഹുവിന്റെ എല്ലാ നിയമങ്ങളും ജീവിതത്തിൽ പകർത്തുന്നവരാണ്. അവർക്ക് സ്വബോധമുണ്ടെങ്കിൽ, അവർക്ക് നല്ല ബോധമുണ്ടെങ്കിൽ അവർ നിന്നിട്ട് ഹറാമ് പോയിട്ട് ഒരു കറാഹത്ത് പോലും വരില്ല. ഫർള് പോയിട്ട് ഒരു സുന്നത്ത് പോലും അവർ ഒഴിവാക്കില്ല. الذين آمنوا وكانوا يتقون. ഔലിയാക്കൾ എന്ന് പറഞ്ഞാൽ കരകളഞ്ഞ ഈമാനിന്റെ അഹ്ലുകാരാണ്, നിറഞ്ഞ തഖ്വയുടെ അഹ്ലുകാരാണ്. ഞങ്ങളുടെ അഭിപ്രായത്തിൽ ഔലിയാഞ്ചേലുകാര് എന്റെ കൂടെ ഇല്ലേ? ഇത് സ്വർഗത്തിന്റെ തോപ്പാണ്. തോന്നിയ പോലെ എണീക്കാനും വരാനും പറ്റാ ഒരു ഡേ നൈറ്റ് മാച്ചിന്റെ ഗാലറി അല്ല. ഇതിനോട് നല്ല ആദരവ് ബഹുമാനമൊക്കെ വേണം. റെസ്പെക്ട്, അദബ് എന്നതാണ് ഏറ്റവും പ്രധാനം. ഞാനിത് പലവട്ടവും പറഞ്ഞതാണ്, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. എന്നാലും ഒന്നും കൂടി പറയട്ടെ. കുറെ ഇബാദത്തും കുറെ നിസ്കാരവും കുറെ ഓത്തും ബൈത്തും ഹത്തവും സിയാറത്തൊന്നും അള്ളാഹ്ക്ക് പോകണമെന്നില്ല. അത് കുറച്ചു മതി. മനസ്സിലാവുന്നില്ലേ? തിരിയുന്നില്ലേ? നിങ്ങന്തിങ്ങനെ ടൈറ്റ് പിടിച്ചിരിക്കുന്നു. ഒരു ഇത്തിരി തലൊക്കെ ആട്ടിയിട്ട് ഒരു റിയാക്ഷൻ, ഒരു എന്താ പറയാ, ഞാൻ ചോദിച്ചതിന് ഒരു റീപ്ലൈ, അതിനൊരു മറുപടി ആംഗ്യത്തിലൂടെയോ മറ്റോ പറയണം. ഇങ്ങനെ വാ പിളർന്ന് കേൾക്കാന് ഇത് പാട്ടൊന്നുമല്ല. ഇത് പഠിക്കേണ്ട അമലാണ്, ഇത് കേൾക്കേണ്ട അമലാണ്, ഇത് ഏറ്റവും വലിയ ദിക്റാണ്, ഇത് ജീവിതത്തിന്റെ ഭാഗമാക്കേണ്ട കാര്യമാണ്. കൂടാതെ ഇന്ന് ഈ കേൾക്കുന്ന നല്ല കാര്യം നാളെ മറ്റുള്ളവർക്ക് നിങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ടതാണ്. ഇത് മൂടി വെക്കേണ്ടതല്ല. ഇതിന് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കലുകൊണ്ട് കുറയുന്നുമില്ല. മുതലും ഇൽമും തമ്മിൽ വ്യത്യാസപ്പെടുന്നത് അവിടെയാണ്. ഞങ്ങളെ കീശയിലുള്ള 100 രൂപ അത് ഒരാളങ്ങനെ ചോദിച്ചു, ഞങ്ങളതിൽ നിന്ന് 50 കൊടുത്തു. പിന്നെ ഒരാൾ വന്നിട്ട് പിന്നെയും കേട്ടോ, അയാൾക്കും 50 കൊടുത്തു. അപ്പോഴേക്കും 100 കാലി. എന്നെ ഒരാൾ വന്നിട്ട് ചോദിച്ചാൽ പിന്നെ കൊടുക്കാൻ കീശയിൽ കാശുണ്ടായിക്കൊള്ളുന്നില്ല. പക്ഷേ ഇൽമ അങ്ങനെയല്ല. അത് പറയും തോറും കൂടുകയാണ്, അത് പഠിക്കും തോറും വർദ്ധിക്കുകയാണ്, അത് കേൾക്കും തോറും കൂടുകയാണ്. അതാണ് അല്ലാഹുവിന്റെ ദീനിന്റെ ഇൽമ്. ഇൽമാണല്ലോ ഏറ്റവും പ്രധാന, ഇൽമാണല്ലോ സത്യത്തിൽ ദീന്. അൽ ഇൽമു ഹയാത്തുദ്ദീൻ. അത് ദീനിന്റെ ജീവനാണ്. ഇൽമില്ലെങ്കിൽ പിന്നെ ദീനില്ല, ഇൽമില്ലെങ്കിൽ പിന്നെ ദീനില്ല, ഇൽമില്ലെങ്കിൽ പിന്നെ അമലില്ല, ഇൽമില്ലെങ്കിൽ പിന്നെ ഈമാനില്ല, ഇൽമില്ലെങ്കിൽ പിന്നെ ഒന്നുമില്ല. വമയ്യകും ബിഗൈരി ഇൽമി അമലു അമാലുഹു മർദൂദത്തുൻ ലാ തുഖ്ബലു. ഇൽമില്ലാതെ ചെയ്യുന്ന ഒരു ഇബാദത്തും രൂപമറിയാതെ, കോലമറിയാതെ, ശർത്തഫർളുകൾ അറിയാതെ, രൂപഭാവങ്ങൾ അറിയാതെ, വിധിവിധാനങ്ങൾ അറിയാതെ ഞങ്ങൾ ചെയ്യുന്ന ഒരു ഇബാദത്തും അല്ലാഹ്ക്ക് വേണ്ട. അപ്പൊ ഏത് ഇബാദത്തിനും ആദ്യം വേണ്ടത് ഇൽമാണ്. അതുകൊണ്ട് തന്നെയാ കൂട്ടരെ ഇത് സ്വർഗത്തിന്റെ തോപ്പായ. ഞാൻ കുറെ അടുത്ത് പോണ്ടി വരുന്നു. മാഷാ അല്ലാഹ്, നല്ല സൗണ്ട്. നമ്മളെ നല്ല കൂട്ടുകാരനാണ് ഓപ്പറേറ്റർ. അല്ലാഹു കുടുംബത്തിനും അദ്ദേഹത്തിനും ഖൈറും ബർക്കത്തും നൽകട്ടെ. എന്നാലും ഇത്ര ഡിസ്റ്റൻസിൽ ഒന്ന് സൗണ്ട് കൂട്ടും. ഉസ്താദുമാർക്ക് ബുദ്ധിമുട്ടാവും, എന്നാലും ക്ഷമിക്കും. ഈനെ കുറക്കാൻ ചെല്ലിയറില്ല, ആടുന്ന് വേണമെങ്കിൽ ബന്ധാക്കാൻ ചെല്ലിയെങ്കിൽ മോശമില്ല. ഞമ്മക്ക് സൗണ്ട് ഇല്ല, അതുകൊണ്ടാണ്, വേറെ പ്രശ്നം ഉണ്ടായിട്ടൊന്നുമല്ല. അപ്പൊ നിങ്ങൾക്ക് കേൾക്കുമ്പോൾ കുറച്ച് സൗണ്ട് എല്ലാം ചെവിക്കും കാതിനൊക്കെ പ്രയാസാവും, എന്നാലും ക്ഷമിക്കുക. അങ്ങോട്ട് ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? അവനോട് അതും ഇതെല്ലാം പറഞ്ഞിട്ട് അവനെ ഒരു കൺഫ്യൂഷൻ ആക്കണ്ട. എല്ലാം ക്ലിയർ ആ? മാഷാ അല്ലാഹ്, മാഷാ. ഓക്കെ ഓക്കെ ഓക്കെ. നിങ്ങൾക്ക് സൗണ്ട് എല്ലാം ക്ലിയർ ആവുന്നില്ലേ? നിങ്ങൾക്ക് ഇടക്കിടക്ക് സൗണ്ട് ഓവറായി തോന്നുന്ന ആടക്ക് വേണ്ടിയ പോലെ ചെയ്തോ. നല്ല ഓപ്പറേറ്റർ ആണ്, അല്ലാഹു ഖൈറും ബർക്കത്തും നൽകട്ടെ. പിന്നെ ഞങ്ങൾക്ക് സൗണ്ട് ഇല്ലാത്തപ്പോ പിന്നെ ഓനോട് പറയേണ്ടി വരുന്നു, അല്ലാതെ ഓ ഒന്നും ആക്കിയിട്ട്. ഓ നല്ല കണ്ടീഷനിലുണ്ട്, ഓ നല്ല റാഹത്തിലുണ്ട്, പെർഫെക്റ്റ് ആണ്. മാഷാ അല്ലാഹ്, ബാറക്കല്ലാഹ്. എന്നാലും നിങ്ങൾക്ക് അത് കുറച്ച് കൂടി എന്നൊക്കെ തോന്നുന്ന കാരണം എന്താ പറയുക, 1-2 ആൾക്കാർ ചെവിന്റെ ഉള്ളിലേക്ക് ബെരലിടുന്ന കാണുന്നു. അപ്പൊ അതിന്റെ അർത്ഥം എന്തോ കൂടിപ്പോയോ കുറഞ്ഞെന്നറിയില്ല. അത് നമുക്കറിയുന്നില്ല, ഈടൊന്നും മനസ്സിലാവുന്നില്ല. അങ്ങനെ സൗണ്ടിന്റെ പ്രശ്നം മനസ്സിലാക്കണമെങ്കിൽ ഇരിക്കേണ്ടവർ ഇരിക്കേണ്ടടുത്ത് തന്നെ ഇരിക്കണം. ഞാനൊരു സ്ഥലത്തേക്ക് പോയതിന് പോയി,
എന്റെ കൂടെ കുറെ ഉസ്താദ്മാർ വേറെയുണ്ട്, വലിയവരൊക്കെ ഉണ്ട്. അപ്പൊ എന്റെ പ്രസംഗം കഴിഞ്ഞ് അപ്പോഴേ എനിക്ക് തോന്നി സൗണ്ട് ഒന്നും വലിയ റാഹത്തായില്ല, ഇവിടെ ഇല്ല, താഴെയും അങ്ങനെ, ഇവിടെ തീരെ ഒന്നും ക്ലിയർ ആകുന്നില്ല, എന്റെതൊന്നും എനിക്ക് മനസ്സിലായിട്ടേ ഇല്ല ഞാൻ എന്ത് പറഞ്ഞാൽ. അപ്പൊ ഏതായാലും ഇനിയുള്ള പ്രസംഗത്തിന് പ്രസംഗിക്കുന്നവരുടെ പ്രസംഗം തിരിയട്ടെ, മനസ്സിലാക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാൻ ചെയ്തറിയോ മീത്ത് ഇരുന്ന ഞാൻ പോയി തായിരുന്നു. ഇനിയുള്ള വലിയവരുടെ പ്രസംഗം അവിടുന്ന് ക്ലിയറിലെ കേൾക്കാലോ. യാ റഹ്മാനെ, ആടെ എത്തിയിട്ടാകുമ്പോഴല്ലേ മനസ്സിലായത്, പട പേടിച്ചിട്ട് പന്തളത്ത് പോയോന് അവിടെ പന്തം കൊളുത്തി പട കണ്ടിട്ട് വാഞ്ഞോലോ. ഇതിനേക്കാൾ അപ്പുറാണ് തായ. ആടെ ഇരുന്നിട്ടാകുമ്പോൾ ആണ് എനിക്ക് മനസ്സിലായ പലരും ചെവിന്റെ ഉള്ളക്ക് ബെർലിറ്റിന്റെ വെറുതെ അല്ല. ഞാൻ ആടെ പോയിട്ട് ഞാനും ഇടാൻ തുടങ്ങി. അവസാനം ഇട്ടിട്ട് ബെരല് കടഞ്ഞപ്പോ ഞാൻ ചെയ്തറിയോ, എന്റെ കാറിന്റെ ചാവി ഉണ്ടായിന് കയ്യിൽ. ഞാൻ അതും അല്ല ഇങ്ങനെ ഇട്ടു നോക്കി. അപ്പൊ ഒരു പ്രായമുള്ളൊരു ഉസ്താദ് ഉണ്ടായിന് എന്റെ സൈഡിൽ. അയാൾ എന്നോട് പറഞ്ഞെന്തറിയോ, ഉസ്താദ് നന്നം തിരിക്കണ്ട, സ്റ്റാർട്ടായി പോകും. അയാളൊരു തമാശ പറഞ്ഞാണ്. അത് ഞാൻ പറഞ്ഞതിനറിയോ, പ്രയാസങ്ങൾ അറിയണമെങ്കിൽ അതാത് സ്ഥലത്തേക്ക് തന്നെ എത്തണം. നമുക്ക് പറയും പോലൊന്നും അല്ല, പറയാൻ എല്ലാവർക്കും എളുപ്പമാണ്. അല്ലാഹു തആല ഞങ്ങളെ മജ്ലിസ് കബൂലാക്കട്ടെ. ആമീൻ ചൊല്ല്. അല്ലാഹു ഞങ്ങളെ മജ്ലിസ് കബൂലാക്കട്ടെ. അല്ലാഹു ഞങ്ങൾക്ക് ഉപകാരപ്പെടുത്തട്ടെ. അല്ലാഹു ഈ മജ്ലിസിന്റെ ബർക്കത്ത് കൊണ്ട് ദുആരക്കാൻ പറഞ്ഞവരുടെ എല്ലാ രോഗങ്ങളും ഞങ്ങളുടെ രോഗങ്ങളും ക്ഷീണങ്ങളും അല്ലാഹു മജ്ലിസിന്റെ ബർക്കത്ത് കൊണ്ട് പരിപൂർണമായും ശിഫയാക്കി തരട്ടെ. മരുന്നില്ലാതെ അല്ലാഹു മാറ്റി തരട്ടെ. ഞങ്ങളെ കച്ചവടം, ജോലി, ബിസിനസ്സുകളിൽ, ഞങ്ങളെ വീട് പറമ്പുകളിൽ, ഞങ്ങളെ ഭാര്യ മക്കളിൽ, ഞങ്ങളുമായി ബന്ധപ്പെട്ട ഓരോന്നിലും അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഇൽമുമായി ബന്ധപ്പെട്ടത് കൊണ്ടാണ് ഇത് സ്വർഗത്തിന്റെ തോപ്പായത്. ഞാനിതെന്റെ വിഷയത്തിന്റെ ആമുഖമായി പറയുന്നത് ഇത് നിങ്ങൾ നല്ലോണം മനസ്സിലാക്കേണ്ട കാര്യമാണ്. അറിഞ്ഞിട്ടിരിക്കണം ഇവിടെ, ഇതിന്റെ മഹത്വം മനസ്സിലാക്കിയിട്ടിരിക്കണം ഇവിടെ. എന്തോ ഒന്നാണ് എന്ന് കരുതിയിട്ടിരിക്കാൻ പാടില്ല. ഇതിന്റെ ഗുണമറിയണം നിങ്ങള്, മണമറിയണം നിങ്ങള്, ഇതിന്റെ മഹത്വം അറിയണം നിങ്ങള്. ഇത് സ്വർഗത്തിന്റെ തോപ്പാണെന്ന് വെറുതെ പറഞ്ഞതല്ല. എന്റെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ ഒരുപാട് സഹാബത്ത് നിസ്കരിക്കുന്ന കൂട്ടരുണ്ടായിരുന്നു. ആ കൂട്ടത്തെ നോക്കിയിട്ട് ഹബീബായ നബി തങ്ങൾ സ്വർഗത്തിന്റെ തോപ്പിലാണെന്ന് പറഞ്ഞില്ലല്ലോ. ഖുർആൻ ഓതുന്ന ഒരുപാട് ആൾക്കാരുടെ സംഘമുണ്ടായിരുന്നു. അവരെ നോക്കിയിട്ടും റസൂലുള്ളാഹി പ്ലീസ് നിങ്ങൾ എന്തെങ്കിലും വിഷയാക്കണം, അപ്പുറം ഒരു വിഷയിക്കില്ല, അവിടെ ഒരു വിഷയിക്കോളൂ. അതെ അതോ അയാൾ അങ്ങോട്ട് വിളിച്ചിട്ട് പോയിട്ട് കാണിച്ചു കൊടുക്കണം. അതാണ് ഭയ്യ, കഴിഞ്ഞതിന്റെ ശേഷമാണ് അതെല്ലാം അറിയല്. അപ്പൊ അത് ഇപ്പോഴെന്നെ കറക്റ്റ് ആക്കണം. പെണ്ണുങ്ങളെ ഭാഗത്തേക്കെല്ലാം സൗണ്ട് ഇല്ലെങ്കിൽ അത് നേരാക്കണം. പക്ഷേ ഈ എതിരിൽ തന്നെ വന്നിട്ട് ഈ മുണ്ടിക്കൊണ്ടേ ഇരിക്കുമ്പോ നമുക്കോ ശ്വാസം, നമുക്ക് വേറെ പ്രശ്നമൊന്നുമില്ല. അവർ ചെയ്യണമല്ലോ, അവർ അതിനു വേണ്ടിയിട്ടല്ലേ ഈ കഷ്ടപ്പെടുന്ന. ഇത്തരല്ലാക്കാൻ, ഈ നിലയ്ക്ക് ഈ നാടിനെ അലങ്കരിക്കാൻ, മനോഹരമാക്കാൻ, അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരുടെ പരിശുദ്ധമായ ഈ താഴ്വര, ഈ മണ്ണ് ഈ നിലക്ക് പ്രകാശമയമാക്കാൻ, മുഅ്മിനീങ്ങൾക്ക് ഇരിക്കാൻ ഈ നല്ല പന്തലുണ്ടാക്കാൻ ഞങ്ങളെ സംഘാടകർ, ഞങ്ങളെ മഹല്ല് നേതൃത്വം, ഞങ്ങളെ ഉറൂസ് കമ്മിറ്റി, എല്ലാത്തിനേക്കാളുപരി ഞങ്ങളെ ബാല്യക്കാർ വന്ന കട്ടപ്പാട് ചെറുതല്ല. അള്ളാഹു അവരുടെ സേവനം കബൂൽ ചെയ്യട്ടെ. നിങ്ങൾ ആമി ചെല്ലലില്ലേ, അല്ല മെല്ലെ ചെന്നയാ? എന്തിനു മെല്ലെ ചെന്ന് വെച്ചും ചെല്ലി ജാഥ പോകുമ്പോ ആകെ അട്ടാസിക്കുന്നല്ലോ മനുഷ്യന്മാർ. കുറച്ചു ഉഷാറിലെ വെച്ചും ചെല്ല, നന്ന ഓവർ അട്ടാസം വേണ്ടാന്ന്. കാരണം അല്ലാഹ് ചെവി കേൾക്കാത്തോനൊന്നും ഇല്ല. എന്നാലും ഒരു ഇത്തിരി സൗണ്ട് എല്ലാം വരാം. നന്നമല്ലേ ആക്കണമെന്നില്ല. ഒന്ന്, രണ്ടാമത് നിങ്ങളെ സൗണ്ട് കേൾക്കുമ്പോഴാണ് ഞങ്ങൾക്കൊരു സമാധാനം. ഞങ്ങൾ ഈ സൗണ്ട് എടുത്തിട്ട് നല്ലോണം ക്ഷീണിക്കുന്നത്. ഇതിന്റെ മഹത്വം നല്ലോണം മനസ്സിലാക്കണം. ഞാൻ നന്നായിട്ട് പറയും. പിന്നെ നാളെ ക്ലിപ്പിട്ടിട്ടും പുളിപ്പിട്ടിട്ടൊന്നും കാര്യമില്ല. നിങ്ങളെ സുഖിപ്പിക്കാനൊന്നും നമ്മൾ വന്നിട്ടില്ല. നമുക്ക് ഒരേ നീയത്തുള്ളൂ. ഞങ്ങൾ പറയുന്നത് അള്ളാഹ്ക്ക് എതിരാവാണ്ടിരുന്നാ മതി. ഇടയിൽ വന്നിട്ട് വേറെ വിഷയമൊന്നും ആക്കാൻ കഴിയാം. കാരണം ഇത് ചെറിയ ഇരുത്തല്ല. ഇതിന്റെ മണമറിയണം നിങ്ങള്. വന്നത് മുതൽ ഇങ്ങനെ നടന്ന് തേരാപാര നടന്നു കഴിഞ്ഞാൽ അതിലെന്ത് നേട്ടമാണുള്ളത്? ഈ 1 മണിക്കൂറിന്റെ ഇരുത്തം ഉമ്മ കേൾക്കണം, ഇത് പെങ്ങളെ കേൾക്കണം, ഇത് ചന്ത കണ്ടിട്ട് അവിടെ നിന്ന് 4 പുകയും ബലൂനും വാങ്ങിയിട്ട് പോകുന്ന സഹോദരിമാർ കേൾക്കണം, ഇത് വയലിനിരിക്കാതെ കണ്ട് പുറത്തു നിൽക്കുന്നവർ കേൾക്കണം, ഇത് ചെറിയ കാര്യമല്ല. പൊന്നുമ്മ, പൊന്നു മുസ്ലിം, ഈ 1 മണിക്കൂറിന്റെ ഇരുത്തം അള്ളാഹുവിന്റെ അടുക്കൽ 1000 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുന്നതിനേക്കാളേറെ കൂലിയുള്ള അമലാണ്.
തഫക്കുറു ഖൈറും മിനൽ ഫിറക. മഹാനായ അബൂദർ തങ്ങളെ വിളിച്ചിട്ട് മുസ്തഫ നബി തങ്ങൾ പറഞ്ഞ ഹദീസ് ഇബ്നു മാജയിലെ കാണാലോ, സ്വഹീഹായ ഹദീസിൽ കാണാലോ. റവാഹു ഇബ്നു മാജ ബിസ്നാദിൻ ഹസൻ. സ്വഹീഹായ ഹദീസിലെ കാണാ മഹാനായ അബൂദർ തങ്ങളെ വിളിച്ചിട്ട് മുസ്തഫ റസൂലുള്ളാഹി പറയുകയാണ്, അബൂദർ, ഇതാദ്യം ഞാൻ പറയുന്നത് ഇതിന്റെ മണം മനസ്സിലാക്കണം നിങ്ങ, ഈ മജ്ലിസിന്റെ മഹത്വം മനസ്സിലാക്കണം നിങ്ങ. എന്തും മനസ്സിലാക്കാത്തവരാണ് നല്ല ഈ പറഞ്ഞതിന്റെ അർത്ഥം. അങ്ങനൊന്നും ഞാൻ പറഞ്ഞില്ല, അങ്ങനെ പറയാനും പാടില്ല. എന്നാലും ചില ആൾക്കാർ ഉറൂസിൽ നിറഞ്ഞിട്ട് വരും, മക്കാമിന്റെ ഭാഗത്തേക്ക് 10 ദിവസമായിട്ടും കേറിയിട്ട് നോക്കിയിട്ടുണ്ടാവില്ല. ഏടറ പോയിനെ ഏണി അടി ഉറൂസിനി, ഓ ഏണിയിൽ ആടിയിട്ടേ പോയിനെ, ഓയുടെ വന്നിട്ടേ ഇല്ല. എന്നാ പിന്നെ എനിക്ക് അവിടെ കാസർഗോഡ് യാത്ര, പിന്നെ കടത്തക്കാട്ടിലെ യാത്രക്കും പോവാലോ. പിന്നെ എന്തിനു ഉറൂസിന് വരണോ? എന്ത് ഉറൂസ് എന്ന് പറഞ്ഞാൽ മാമാങ്കെ, അത് കുട്ടികളിയാ, അത് ആഭാസം നിറഞ്ഞ ആഘോഷമല്ലല്ലോ, അത് ഏറ്റവും വലിയ ഇബാദത്തല്ലേ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ മജ്ലിസ്. ഇത് കേട്ടോ, ഈ ഹദീസ് കേട്ടോ. എന്റെ വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ആമുഖമായി പറയട്ടെ, അബൂദർ തങ്ങളെ വിളിച്ചിട്ട് മുസ്തഫ റസൂലുള്ളാഹി പച്ചക്ക് പറഞ്ഞു, അബൂദർ لأن تعدوا فتعلم بابا من كتاب الله أو من علم الله عمل به أو لم يعمل خير لك من أن تصلي 1000 ركعة. അബൂദർ, നീ അങ്ങ് നേരം വെളുത്തിട്ട് പിന്നെ അതാ അള്ളാന്റെ ദീനിന്റെ ഇൽമിന്റെ ഏതെങ്കിലും ഒരു ഭാഗം, അള്ളാന്റെ ദീനിന്റെ ഇൽമിന്റെ ഏതെങ്കിലും ഒരു ഭാഗം മഹാന്മാരുമായി ബന്ധപ്പെട്ടതോ, നിസ്കാരവുമായി ബന്ധപ്പെട്ടതോ, അള്ളാഹുമായി ബന്ധപ്പെട്ടതോ, ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി ബന്ധപ്പെട്ടതോ, ദീനിന്റെ എന്തെങ്കിലും ഒരു ഇൽമ നീ എങ്ങാനും ഒരു ദിവസത്തിൽ പഠിച്ചു പോയാൽ ഖൈറുൽ ലക മിൻ അൻ തുസല്ലിയ 1000 റക്അ, അത് 1000 റക്അത്ത് നിസ്കരിക്കുന്നതിനേക്കാളേറെ അല്ലാഹുവിന്റെ മുന്നില് 1000 റക്അത്ത് മുത്ലഖായ സുന്നത്ത് നിസ്കരിച്ചിട്ട് 2000 സുജൂദ് ഇടുന്നതിനേക്കാളേറെ അല്ലാഹുവിന് ഇഷ്ടപ്പെട്ട അമലേതറിയുമോ? അല്ലാഹു കൂലി തരുന്ന പ്രവർത്തനമേതറിയുമോ? ഈ 1 മണിക്കൂറിന്റെ പഠിത്തമാണ്, ഈ ഇരുത്തമാണ്. ഇത് കേവലം ഒരു പരിപാടിയല്ല, ഇതൊരു ഡേ നൈറ്റ് മാച്ച് പോലെ, ഫെഡ് ലൈറ്റ് മാച്ച് പോലെ കാണണ്ട. പിന്നെ ഒരു ഹുർമത്തുണ്ട്, ബഹുമാനം നല്ലോണം പോണോ. അമല് കുറഞ്ഞൊന്നും പ്രശ്നമല്ല, അല്ലാഹ് അമല് കുറച്ച് മതി. നിങ്ങൾ നോക്ക്, ഇതേപോലത്തെ ഒരു റജബ് മാസത്തില് അള്ളാഹു 50 നേരം നിസ്കാരം ഫർലാക്കിയില്ലേ? ഫസ്റ്റ് ഇല്ലേ? ചരിത്രം കേട്ടിട്ടില്ലേ നിങ്ങൾ? ഇല്ലേ? നിങ്ങൾ കുറെ ലോങ്കായി. ഒന്ന്, രണ്ടാമത് നിങ്ങൾ നല്ല മനുഷ്യന്മാരും പാവങ്ങളുമായി. എന്തുമുണ്ടെന്നില്ല, ബായ്ക്ക് വിരല് കിട്ടും കടിക്കാൻ അറിയാലോ എന്ന് തോന്നണു. അല്ല ഉസ്താദ്, ഇന്നലെ ഇങ്ങനെ, മിഞ്ഞാന്ന് ഇങ്ങനെ, അതങ്ങനെ, ഇന്നിങ്ങനെ. ഇന്നലത്തെ വിഷയമല്ല ഞാൻ പറഞ്ഞു, ഇന്നിങ്ങനെ. ഇനിയിപ്പോ നിങ്ങൾ എന്തെങ്കിലും മറുപടി പറഞ്ഞെങ്കിലേ ഞാൻ അതിന്റെ അപ്പുറം കണ്ടീനാക്കണം. കാരണം ഇതിങ്ങനെ ബാബ തുറന്നു കേൾക്കാൻ ഇത് യേശുദാസിന്റെ പാട്ടൊന്നും അല്ല. ഇത് ദീനാണ്, ഇത് ദിക്റാണ്. ഇത് പറയുന്ന എനിക്കും നിങ്ങൾക്കും ഉപകാരപ്പെടണം. എവിടെ? ആഖിറത്തിൽ ആരാരുമില്ലാത്ത ലോകത്ത്, ഉറ്റവരും ഉടയവരും കൈമലർത്തുന്ന ലോകത്ത്, കെട്ടിയോളും കുട്ടിയോളും ഞങ്ങളെ തിരിഞ്ഞു നോക്കാത്ത ലോകത്ത്, അള്ളാവിന്റെ കരുണയല്ലാതെ മറ്റൊന്നുമില്ലാത്ത ലോകത്ത്, അവിടെ ഞങ്ങൾക്ക് ഇത് ഉപകാരപ്പെടണം. അവിടെ ഞങ്ങൾക്ക് ഇതുകൊണ്ട് ഗുണം കിട്ടണം. അവിടെ നമുക്ക് ഇതുകൊണ്ട് അനുഫലം ലഭിക്കണം. അള്ളാഹു ആ നിലക്കുള്ള കർമ്മമാക്കി തരട്ടെ. അദബ് പിന്നെ അമല് കുറച്ച് സാരില്ല. 50 നേരം നിസ്കാരാക്കിയ റബ്ബ്, ഫർലാക്കിയ റബ്ബ് കുറച്ച് കഴിയുമ്പോ 5 ആക്കിയിട്ട് ചുരുക്കി 45, അതായത് 95% ചുരുക്കി. ഇല്ലേ? നല്ലോണം നിസ്കാരം പോണെന്നുണ്ടായിനെങ്കിൽ അള്ളാഹ് അങ്ങനെ വെക്കായിനല്ല. 50, 20 മിനിറ്റ് കൂടുമ്പോളാ, 23 മിനിറ്റ് കൂടുമ്പോളാ ഓരോ നിസ്കാരം ഞങ്ങൾ നിസ്കരിക്കണം. ഇമാം ബാജൂരി റളിയല്ലാഹു അൻഹു തങ്ങള് ഇത് വിശദീകരിക്കുന്നുണ്ട്. ഈ സമയം ഓരോരോ നിസ്കാരത്തിന്റെ ഇടയിൽ 3-4 മണിക്കൂറിന്റെ ഗ്യാപ്പ് ഉണ്ട്. എന്നിട്ട് ഓന് സമയം കിട്ടുന്നില്ല. 20 മിനിറ്റ് കൂടുമ്പോൾ നിസ്കരിക്കേണ്ടി വന്നില്ലെങ്കിൽ തട്ടിയ അവസ്ഥ.
പക്ഷേ അള്ളാഹു ചുരുക്കി. മഹാന്മാരുടെ ഇടപെടൽ കാരണം, ഈ ഉമ്മത്തിനോടുള്ള അതിരറ്റ സ്നേഹം കാരണം, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള വലിയ ബഹുമാനവും സ്നേഹത്തിന്റെ കാരണം കൊണ്ട് അല്ലാഹു 55 എത്ര ഷോർട്ടാക്കി. അപ്പൊ അതിന്റെ അർത്ഥം എന്ത്? കുറെ നിസ്കരിച്ചിട്ട് നെറ്റിയിൽ ഇങ്ങനെ കല ഉണ്ടാക്കിയിട്ട് വലിയ കാര്യമൊന്നും ഇല്ലാന്ന്. നിസ്കാരം കുറവൊന്നുമില്ല, നോമ്പ് അങ്ങനല്ലേ. ഒരു കൊല്ലത്തിൽ 12 മാസം ഇല്ലേ? എന്നിട്ട് അല്ലാഹു ഫർളാക്കിയത് ഒരേ ഒരു മാസം. എന്റെ അല്ലാഹ്ക്ക് നല്ലോണം നോമ്പ് വേണമെന്നുണ്ടായിരുന്നെങ്കിൽ ഒരു 6 മാസമെങ്കിലും വെക്കായിരുന്നില്ലേ? കണ്ടിന്യൂയായിട്ട് അല്ലെങ്കിൽ ഇടക്കിടക്ക് ആഴ്ചയെങ്കിലും വെക്കായിരുന്നില്ലേ? ഇല്ല, അള്ളാഹ്ക്ക് അങ്ങനെ ധാരാളം ഇബാദത്ത് പോകണമെന്നൊന്നും നിർബന്ധമില്ല. പക്ഷെ നല്ലോണം വേണ്ട ഒന്നുണ്ട്, എന്തറിയാം? ധാരാളം വേണം, കണക്കില്ലാത്തത്ര വേണം. എന്തറിയാ? അദബ് ബഹുമാനം എന്നത് അത് കണക്കിലേറെ വേണം, അത് ധാരാളം വേണം. മുസ്തഫായ റസൂലുള്ളാഹിന്റെ മുമ്പില്, മഹാന്മാരുടെ മുമ്പില് ലാ തർഫഉ അസ്വാതകും ഫൗക സൗത്തിൻ നബി, നബി തങ്ങളെ മുമ്പിൽ നിങ്ങൾ വെച്ചും മുണ്ടണ്ട. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുമ്പിൽ നബി തങ്ങളെ കാളേറെ സൗണ്ട് എടുത്തിട്ട് നിങ്ങൾ സംസാരിക്കരുത്. അത് അദബ് കേടാണ്, ബഹുമാന കുറവാണ്. വലാ തജ്ഹറൂ ലഹു ബിൽ ഖൗലി കജഹരി ബഅലികും ലിബാല, നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കും പോലെ സംസാരിക്കും പോലെ നബിയോട് മിണ്ടല്ലേ. അത് ബഹുമാന കുറവാണ്, അദബ് കേടാണ്. വല്ലപ്പോഴും നിങ്ങൾ അപമര്യാദയോടെ പെരുമാറിയാൽ, അതബില്ലാതെ പെരുമാറിയാൽ, ബഹുമാനിക്കപ്പെടേണ്ടവരെ അതല്ലെങ്കിൽ ബഹുമാനിക്കപ്പെടേണ്ട ഇടങ്ങളെ നിങ്ങൾ ബഹുമാനിച്ചില്ലെങ്കിൽ നിങ്ങളെ എല്ലാ അമലുകളും അല്ലാഹു ബാത്തിലാക്കി കളയുന്നതാണ്. നിങ്ങളെ സൽക്കർമ്മങ്ങളെല്ലാം പൊളിച്ചു കളയുന്നതാണ്. നിങ്ങളെ ഹജ്ജും നിങ്ങളെ വോത്തും നിങ്ങളെ ബൈത്തും നിങ്ങളെ നിസ്കാരവും എല്ലാം അല്ലാഹു നശിപ്പിച്ച് കളയും കേട്ടോ. അതുകൊണ്ട് അതബുള്ളവരുടെ ബഹുമാനിക്കപ്പെടേണ്ടവരുടെ മുമ്പിൽ നല്ലോണം ബഹുമാനം വേണം. ബഹുമാനിക്കപ്പെടേണ്ട ഇടങ്ങളില് നല്ലോണം ബഹുമാനം വേണം. അപ്പൊ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കപ്പെടേണ്ടത് എന്ത്? ഇൽമിന്റെ ഹലുകാരായ ആലിമീങ്ങള്, ഇൽമു പറയപ്പെടുന്ന മജ്ലിസ്, ഇതുപോലെയുള്ള സ്ഥലങ്ങൾ. അതങ്ങനെ എണീക്കുമ്പോ പോവാ, തോന്നുമ്പോ വരാ. ഇനിയിപ്പോ കുറച്ചൊക്കെ ആയിട്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞാൽ ഉണ്ടാവും, 10 അല്ല ഒരു 20-23 മിനിറ്റ് കഴിഞ്ഞാൽ ഉണ്ടാവും. ബാക്കിന്ന്, എതിർന്നല്ല ഫ്രണ്ട്ന്നല്ല, ബാക്കിന്ന് 1-2 ആൾക്കാർ ഹലോ കേൾക്കണില്ല ഞാൻ വരാ വരാന് ഫോണെ വന്നിട്ടാ കേൾക്കാന്. ഇത് വെറുതെ പോവാൻ വേണ്ടിയിട്ടുള്ളവന്റെ ഗണി. ഏതായാലും സ്വർഗത്തിന്റെ തോപ്പ് നോം പോന്നു, അതിന്റെ ഇടക്ക് പച്ചക്കളോ ഭൂലോകങ്ങളോ. എത്ര വലിയ ഹതഭാഗ്യനാണോ അള്ളാന്റെ സ്വർഗത്തിന്റെ തോപ്പിൽ നിന്ന് മുഅ്മിനീങ്ങളുടെ ഇടയിൽ നിന്ന് പോവുക എന്ന് തന്നെ അയാൾക്ക് ഏറ്റവും വലിയൊരു ലക്ഷണക്കേടല്ലേ, ഒരാഭക്ഷ ഗുണമല്ലേ? അല്ലേ? നല്ല ജാഗന്ന് പുറത്തേക്ക് പോകുന്നത് നല്ല കാര്യമാണ്. അല്ല ഉസ്താദ്, 1/2 മണിക്കൂർ ഇരിക്കുമ്പോഴേ നടുകടയുന്നു നോക്കാം, 3/4 മണിക്കൂർ എംപി തീർക്കുമ്പോൾ ഒരു പ്രശ്നമില്ലല്ലോ. ഇങ്ങനെയുള്ള ജാഗല് നടുകടയുന്നേ അല്ല, അതിന്റെ അടിമീന് നിനക്ക് നടു കടയിക്കുന്നതാണ്. ആരറിയോ അടിമീന്? ഇബ്ലീസ്. അവനോടാണ് ആദ്യം ജിഹാദ് ചെയ്യേണ്ടത്, അവനോടാണ് ആദ്യം എതിരിടേണ്ടത്, അവനോടാണ് ആദ്യം നീ എതിരാവേണ്ടത്. എങ്കിലാണ് നിന്റെ ഈമാനാവുക. അപ്പോഴാണ് നിന്റെ ഈമാനാവുക. അപ്പൊ ഇങ്ങനെയുള്ള മജ്ലിസുകളോട് നല്ലോണം ആദരവ് വേണം. നാളെ അല്ലാഹുവിന്റെ സ്വർഗത്തിലേക്ക് ആദ്യം വിളിക്കപ്പെടുന്നത് ആരറിയോമോ? ദുനിയാവിൽ അല്ലാഹുക്ക് എല്ലാ നല്ല കാര്യങ്ങളിലും ആദ്യം വന്നവരെയാണ്, മുന്തി വന്നവരെയാണ്, മുന്നിൽ നിന്നവരെയാണ് നാളെ അല്ലാഹു സ്വർഗത്തിലേക്ക് ആദ്യം വിളിക്കപ്പെടുക. അപ്പൊ നിങ്ങൾ എന്താക്കണം അറിയോ? 200 ഒന്ന് മുന്നേക്ക് വരണം എന്ന് പറഞ്ഞാൽ കസാല എടുത്തോണ്ട് വരണമെന്നല്ല, നിങ്ങളെ ഫ്രണ്ടില് കസാല കാലി ഉണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് കയറിയിരുന്നോ. എനിക്ക് നിങ്ങളിൽ തന്നെ ഞാനിപ്പോ ഇസ്രായേൽക്കാരോട് പറഞ്ഞല്ല, അയാള് പോന്നോ ഇയാൾ എണിച്ചോ നോക്കണ്ട, അയാളെ കബറിലേക്ക് ഞങ്ങൾ പോന്നുമില്ല. എല്ലാരും അല്ലേ കസാല കസാല കൊണ്ടുവരാനേ കയ്യ.
അത് ഏടുണ്ടതിന് ആടനെ വെച്ചോളൂ. ഞാൻ പറയാൻ കാരണം എന്താ ഇത് പറയാൻ കാരണം എന്താ, മനുഷ്യന്മാരുടെ ആയത്തും ഹദീസും ഓതാണ്ട് കാല് പിടിക്കാണ്ട് ദമ്മ തക്ക ഇടാണ്ട് മുമ്പിൽ വന്നിട്ട് ഇരിക്കണമെങ്കിൽ അത് ഫുട്ബോൾ മാച്ച് ആവണം, അല്ലെങ്കിൽ വോളിബോൾ ടൂർണമെന്റ് ആവണം. എന്നാ പിന്നെ ഇത്ര ആയത്തോ ഹദീസൊന്നും ഓതണമെന്നില്ല. 9:15 തുടങ്ങുന്ന പരിപാടിക്ക് 8:50 വന്നിട്ട് ഒരു സ്റ്റേജിൽ ഫുള്ളാവും. എല്ലായിടത്തും അങ്ങനെ. പക്ഷെ ഇതിന് കുറെ വിളിക്കേണ്ടി വരും. കാരണം ഇത് നല്ല കാര്യമാണ്. ഇതിന് ആൾക്കാർ കുറയും. ഇവിടെ കുറഞ്ഞിട്ടില്ല, വിഷയം പറയുന്നത് ഇവിടെ കുറഞ്ഞിട്ടൊന്നുമില്ല. എന്നാലും ഇനി ഫ്രണ്ടിലേക്കെല്ലാം ആൾക്കാർ അങ്ങനെ കയറി വരാൻ. ഒന്ന് കയറിയിരുന്നോളൂ, ഒന്ന് കയറിയിരിക്കും. മിനിങ്ങൾ അനുസരണയുള്ളവരാണ്. മിനിങ്ങൾ അല്ലാഹുവിന് വേണ്ടി ഇൽമു ചെവികൊള്ളുന്നവരാണ്. മിനിങ്ങൾ ഇൽമിന്റെ മജ്ലിസ് ആദരിക്കുന്നവരാണ്. അല്ലാഹു ഞങ്ങളെ മജ്ലിസ് കബൂൽ ചെയ്യട്ടെ. ഒന്ന് കയറിയിരുന്നോളൂ, ഒന്ന് കയറി പ്ലീസ്. സംഘാടകർ ഒന്ന് നോക്കി. ഇനിയും അവിടെ കസാര കാലി ഉണ്ടെങ്കിൽ അവിടെ കസാല എടുത്തിട്ട് ബാക്ക് ഇടും. ഇനി അയാളെ എതിർക്കുപോ എന്ന് പറഞ്ഞിട്ട് കുറെ ഊന്താന്ന് കണ്ടാ മതി. നന്നും പറയണമെന്നില്ലല്ലോ. പിന്നെ ചില മനുഷ്യന്മാർക്ക് ധാരണയുണ്ട്, ഇയാള് വിളിച്ചപ്പോഴേ കയറി പോവാന് ഞാൻ എന്ത് ചെറിയ ആളാണ്. അങ്ങനെ ഉണ്ട് ചില മനുഷ്യന്മാർ. ഇനി പോന്നങ്ങനെ 10 മിനിറ്റ് കഴിയട്ടെ, ഇപ്പൊ പോണ്ട. അങ്ങനെ ഉണ്ട് ചില മനുഷ്യന്മാർ. അതിന്റെ പേരാണ് കിബിർ. അതിന്റെ പേരാണ് കിബിർ. ഞാൻ എന്ന ഭാവം, അഹംഭാവം. ലാ യദ്ഖുലുൽ ജന്ന മൻ കാന ഫീ ഖൽബിഹി മിസ്കാല ദർറത്തിൻ മിൻ കിബർ. ഞാൻ എന്ന അഹങ്കാരത്തിന്റെ ഒരു ചിന്ത, ഞാൻ ആരാമോൻ, ഞാൻ ആരാള്, എന്നെന്തേ ഇങ്ങനെ ചെയ്തു എന്നുള്ള ചിന്ത ഒരാളെ കൽബിന്റെ അകത്തുണ്ടെങ്കിൽ അവന് സ്വർഗമില്ല. ഹറമല്ലാഹു അലൈഹിൽ ജന്ന, അവന് സ്വർഗം ഹറാമാണ്. പരിശുദ്ധ റസൂലുള്ളാഹ്. ഈ മജ്ലിസിന്റെ ഗുണമറിയാൻ, മജ്ലിസിന്റെ മഹത്വം അറിയാൻ, മജ്ലിസിനെ നല്ലോണം ആദരിക്കാൻ വേണ്ടിയിട്ട് ആമുഖമായിട്ടാണ് ഞാൻ ഇത് പറഞ്ഞത്. അല്ലാഹു സ്വീകരിക്കട്ടെ. ഞാൻ എന്റെ വിഷയത്തിലേക്ക് കിടക്കുകയാണ്. വിശാലമായ വിഷയം. 1.5 മണിക്കൂറിലൊന്നും തീരല്ല. എന്നോട് പറഞ്ഞു ഉസ്താദെ ഒരു 9:30 ആകുമ്പോ തുടങ്ങണോ, 11:30 മണിയാകുമ്പോ തീരണോ ഉസ്താദെ. നിങ്ങൾക്ക് നാളെ പ്രസംഗം ഇല്ലെങ്കിലും ഞങ്ങൾക്ക് നല്ലോണം പരിപാടി ഉണ്ട് ഇവിടെ. കറക്റ്റാണ്, അത് നേരാണ്. ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഒരു 11:40 പോവാന്ന്. അപ്പോഴൊക്കെയാണ് എന്നോട് പറഞ്ഞത് 11:15 ബറാബർ ഹേ, മതി. ശരിയാണ്. കാരണം എന്താ അറിയോ, മനുഷ്യന്മാരെ കുറെ ഇരുത്തിയിട്ട് ബെടിച്ചലാക്കണമെന്നില്ല. അല്ല, സൗണ്ട് എല്ലാം കറക്റ്റ് അല്ലേ? അല്ലേ, മാഷാഅല്ലാഹ് അല്ലേ? വിശാലമായ വിഷയമാണ്. അതായത് പരസ്പര ബന്ധങ്ങൾ അവഗണിക്കപ്പെടുമ്പോൾ നമുക്ക് പരസ്പരം ബന്ധങ്ങളുണ്ട്. നമ്മുടെ ഇടയിൽ വിള്ളലുണ്ടാവാൻ പാടില്ല, നമ്മുടെ ഇടയിൽ അകൽച്ച ഉണ്ടാവാൻ പാടില്ല, ഞങ്ങൾ 12 പാർട്ടി ആവാൻ പാടില്ല. ഇനിയിപ്പോ അതിന്റെ കാലാണ്. സലാം പറയണമെങ്കിൽ ആളെ നോക്കും, ഇയാൾ പറ്റിയ ആളാ, നമ്മളെ പാർട്ടിയാണ്. ചില പ്രസിഡന്റുമാർ അങ്ങനെയാണ്, ചില സെക്രട്ടറിമാർ അങ്ങനെയാണ്, ചില ഉസ്താദുമാർ അങ്ങനെയാണ്, ചില തങ്ങന്മാർ അങ്ങനെയാണ്. ബാല്യക്കാർക്ക് ആ വിഷയം അതിൽ അവർ നല്ലവരും. ഞാൻ നിങ്ങളെ പറ്റി പറഞ്ഞല്ല, നിങ്ങൾ കണ്ണൂർത്തി നോക്കണ്ട. ഇനി ഞാൻ ഈ പറഞ്ഞ സ്റ്റൈലിലും കോലത്തിലും നിങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ തന്നെ അടുത്ത കൊല്ലം വിളിക്കണ്ട. അതിന് വലിയ ആന കുതിരന്താവാനില്ല. ബന്ധങ്ങൾ ചേരണമെന്ന വിഷയം വെച്ചിട്ട് ബന്ധം മുറിക്കുന്നവരെ ഏർപ്പാട് നമ്മളൊന്നുണ്ടാവാൻ പാടില്ല. മിനിങ്ങളാണ് നമ്മള്. അള്ളാഹുവിനോടുള്ള ബന്ധം ചേർക്കുന്നത് പോലെ, അവനോടുള്ള കടമ നിർവഹിക്കപ്പെടേണ്ടതുപോലെ അള്ളാഹു പറയുന്നു, എന്റെ അടിമകളോടുള്ള ബന്ധവും നീ പുലർത്തണം. എന്റെ അടിമകളോടുള്ള ബന്ധം നീ മുറിച്ചു കളഞ്ഞാൽ, അവരോട് നീ അകന്നു പോയാൽ, അവരെ നീ മൈൻഡ് ചെയ്യാതെ പോയാൽ നിന്നെ ഞാൻ മൈൻഡ് ചെയ്യില്ല. മുസ്തഫായ റസൂലുള്ളാഹ് ഹബീബായ നബി തങ്ങൾ പറഞ്ഞ ഹദീസിലെ കാണാലോ, വിശാലമായ ഹദീസ്, സ്വഹീഹായ ഹദീസിലെ കാണാ. നാളെ പരലോകത്തെത്തിയാൽ അല്ലാഹു തആല 1-2 മനുഷ്യന്മാരെ വിളിക്കും. അവിടെ അതിൽ ചില ആജിമാരുണ്ട്, ചില ഉസ്താദുമാരുണ്ട്, നിങ്ങളെ പോലത്തെ ചില മനുഷ്യന്മാരുണ്ട്. അവരെ വിളിച്ചിട്ട് അല്ലാഹു ചോദിക്കുന്നു, അല്ല മനുഷ്യ, ഞാൻ ദുനിയാവിൽ നല്ലോണം വിശന്ന നേരത്ത് എന്നെ നീ ഭക്ഷിപ്പിച്ചില്ലാലോ, ഒരു പൊതിച്ചോറ് തന്നില്ലാലോ.
അപ്പോഴാണ് ഈ മനുഷ്യൻ അല്ലാഹുവോട് ചോദിക്കുന്നത്. ഇത് നബി തങ്ങൾ പറഞ്ഞ സ്വഹീഹായ ഹദീസാണ്. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ മുത്തഫഖുൻ അലൈഹിയായ ഹദീസാണ്. അപ്പോഴാണ് ഈ മനുഷ്യൻ അല്ലാഹുവോട് ചോദിക്കുന്ന, പടച്ച റബ്ബേ, നിനക്ക് വിശക്കുകയാ, നിന്റെ പള്ള കത്തുകയാ, നിനക്ക് പൈപ്പ് അനുഭവപ്പെടുകയാ, വാന്ത അർഹമുർ റഹീമീൻ, നീയല്ലേ ഞങ്ങളെ വിശപ്പകറ്റുന്നവൻ, നീയല്ലേ ലോകത്തിന്റെ രക്ഷിതാവ്, നീയല്ലേ ഞങ്ങളെ എല്ലാമായ റാസിഖ്, പിന്നെ നിനക്കെങ്ങനെ ഞാൻ ഭക്ഷിപ്പിക്കേണ്ടത്? ആ സമയത്താണ് അല്ലാഹുവോട് ചോദിക്കുന്ന, മനുഷ്യ, ഇന്ന മനുഷ്യനതാ ഒരു നേരത്തെ ഭക്ഷണം കിട്ടാതെ പട്ടിണിയായിട്ട് അവന്റെ വീട്ടിൽ കഴിയുമ്പോ, നിന്റെ പരിസരത്ത് കഴിയുമ്പോ, അയൽവക്കത്ത് കഴിയുമ്പോ, കുടുംബത്തില് കഴിയുമ്പോ നീ അവനൊരു പൊതിച്ചോറ് കൊടുത്തില്ലാലോ. എരിഞ്ഞിപ്പുഴ അല്ലേ, പിന്നെ ഇബ്രാഹിച്ച പാലത്തിന്റെ പേര് ഞങ്ങൾ വന്നേ, എരിഞ്ഞിപ്പുഴ അല്ലേ അല്ലേ. ആടെയുള്ള അളാമാക്ക് കിറ്റ് കൊടുക്കാൻ പോയിന്, പവ്വൽ മാസ്തിക്കുണ്ടിലെ മൂത്താപ്പാക്ക് കിറ്റ് കൊടുത്തന്, ഇതിന്റെ അപ്പുറം കൊണ്ടുപോയിട്ട് കൊടുത്തന്, ഉളുയ്യത്തിന്റെ മാംസമത വെച്ചിട്ട് അങ്ങനെ കത്തിരുന്നന്. എന്നിട്ട് പോലും തൊട്ടയൽവാസിയായ മനുഷ്യന് പട്ടിണി കോലമായിട്ട് അവിടെ കിടക്കുമ്പോ അവന്റെ വീടിന്റെ കട്ടപ്പാടറിയാൻ നമുക്ക് കഴിഞ്ഞില്ല. അവർക്ക് കിറ്റ് കൊടുക്കാണ്ടെന്നല്ല, അവർക്ക് കിറ്റും കൊടുത്തോ കെട്ടും കൊടുത്തോ, അയൽവാസിയെ മറക്കണ്ട. ഏറ്റവും വലിയ കടമയാണ്, ബന്ധമാണ് അയൽവാസികളോട്, എല്ലാ മനുഷ്യരോടും. അല്ലാഹു പറയുന്നു, നീ അതാ വിശന്ന മനുഷ്യനെ ഒരിത്തിരി ഭക്ഷണം കൊടുത്തിരുന്നുവെങ്കിൽ, നിന്റെ മുമ്പിൽ യാചിച്ചു വന്ന യാചകന് ഒരു മുറുക്ക് വെള്ളം നീ കൊടുത്തിരുന്നുവെങ്കിൽ, അവിടെ നിനക്കെന്നെ കാണാമായിരുന്നു. അതുകൊണ്ട് നീ അയാളെ മൈൻഡ് ചെയ്തില്ല, നിന്നെ ഞാനും മൈൻഡ് ചെയ്യുന്നില്ല. തുടർന്ന് അല്ലാഹു പിന്നെ ഒരാളെ വിളിച്ചിട്ട് പറയും, ആരെ? പിന്നൊരു ചങ്ങായിനെ, അയാൾ ഡബിളാജി അല്ല ത്രിബിളാജിയാ. 3 ഹജ്ജിനും പോയിന്, ഇടക്കിടക്ക് ഉംറക്കും പോന്നു, റമദാനിൽ പ്രത്യേകം പോന്നു. എന്തിനീ? റമദാനിൽ പോരലിരുന്നെങ്കിൽ ആരെങ്കിലും സദക്കാക്ക് വന്നെങ്കില, അപ്പൊ നല്ലോണം കൊടുക്കേണ്ടി വരും ചിലപ്പോ. മാത്രല്ല കുറെ സംഘക്കാരും വരും. അപ്പൊ പിന്നെ 10,000 വെച്ചിട്ട് തന്നെ 10 ആള് വന്നെങ്കിൽ 1 ലക്ഷം പോയി. അപ്പൊ ഇതിനേക്കാളും നല്ലത് 60,000 കൊടുത്തിട്ട് ഉംറക്ക് പോകുന്നതല്ലേ. ഉംറാവുമായി 40,000 ബാക്കിയായി. എങ്ങനെയുണ്ട് അവന്റെ ടെക്നിക്? പിന്നെ അല്ലാഹുവിനെ തോൽപ്പിക്കുന്നതല്ലേ ഓന്റെ ഉംറ കല്ലിപ്പ് അല്ലാഹ്ക്കാട ബറായത്. ഓന്റെ ഉംറ കെട്ടിട്ട് വേണോ അല്ലാഹ്ക്ക് എന്തെങ്കിലും കാര്യം നടക്കാൻ? പോയി പണി നോക്ക് ചങ്ങായി. മനുഷ്യന്മാർക്ക് 4 ഉറുപ്പ്യ കൊടുക്കുന്നതിന് വേണ്ടിട്ട് ഉംറക്ക് കയറാം. ഇതെന്തുംറ? നിനക്ക് ഊട്ടിക്ക് പോകാലോ, അല്ല മൈസൂർ പാലസ് കണ്ടിട്ട് വരാലോ, അതല്ലേ നല്ലത്. ഇതെന്തുംറ? ചില മനുഷ്യന്മാർ അങ്ങനെയല്ല, ചില മനുഷ്യന്മാർ ഗേറ്റിൽ ബോർഡേ വെച്ചിന്, നായുണ്ട് ജാഗ്രത. കണ്ടിട്ടില്ല നിങ്ങൾ? വലിയ പൈസക്കാർ ചില മനുഷ്യന്മാരെ ഗേറ്റിലുണ്ട്. ഒരു സൈഡില് പറഞ്ഞ പേരുണ്ടാവും, ബിസ്മില്ലാ മൻസിൽ, മാഷാ അല്ലാഹ്, 4 സ്റ്റിക്കറാ വെച്ചിനെ. ഇപ്പുറത്തെ സൈഡിൽ എന്തറിയോ? നായുണ്ട് ജാഗ്രത, നായിടെ എച്ചരിക്കേ, ഉള്ളക്ക് 12 നായുണ്ട്. ഈ ബോർഡ് വെച്ചാനാണ് ഏറ്റവും വലിയ നായി. സത്യത്തിൽ അതിനുള്ള നായി എന്തും ഇല്ല. ഇതാരെങ്കിലും 12 5 ഉറുപ്പിക്ക് വേണ്ടിയിട്ട്. ഏതെങ്കിലും വിശന്നവന്, ഒരിത്തിരി കട്ടപ്പെടുന്നവന്, രോഗശമനത്തിന് വേണ്ടിയിട്ടുള്ള മരുന്ന് തേടി അലയുന്നവന്, ഗേറ്റും കിടന്നിട്ട് വരുന്നതിന് വേണ്ടിയിട്ടാണ് ഈ മനുഷ്യൻ അല്ലാഹു തആല ധാരാളം സമ്പത്ത് കൊടുത്തിട്ട് അനുഗ്രഹിച്ച ഈ ഗുണം കെട്ട മനുഷ്യന് ഈ ഗതികെട്ടതായ ബോർഡ് വെച്ചത്. എന്നാ കേട്ടോ, മരണമുണ്ട് പൊന്ന്, നാളെ ഖബറുണ്ട്, പരലോകമുണ്ട്, എല്ലാത്തിനും ഹിസാബുണ്ട്. അല്ലാഹ് രണ്ടാമത്തവനോട് ചോദിക്കണം, എന്തറിയാ? നീ എന്തേ ഞാൻ രോഗിയായി കിടന്നപ്പോ കാണാൻ വരാഞ്ഞ്? അല്ലാഹുവിനോട് ചോദിക്കുന്നത്. അല്ലാഹുവിനോട് ചോദിക്കണം, എന്തറിയാ? ഞാൻ രോഗിയായി കിടന്നു, നീ എന്തേ കാണാൻ വരാഞ്ഞു? അപ്പോ അത്ഭുതത്തോട് ചോദിക്കും, പഠിച്ചോനെ നീ രോഗിയാവേ? ഞങ്ങളല്ലേ രോഗിയാന്ത്, നീ എങ്ങനെ രോഗിയാവല്? നീ ജഗന്നാഥനല്ലേ, നീ ജഗദീശ്വരനല്ലേ, നീ റബ്ബുൽ ഇസ്സത്തല്ലേ, നീ എങ്ങനെ രോഗിയാവല്? പിന്നെ രോഗിയാന്ന് പിന്നല്ലേ കാണാൻ വരണ്ടേ? അപ്പോഴാണല്ലോ പറയുന്നത്, അതെ എന്റെ അടിമകളിൽപ്പെട്ട ഇന്നാലിന്ന മനുഷ്യന്, ഇന്നാലിന്നാണ്, ഇന്നാലിന്ന പെണ്ണ് രോഗിയായി കിടക്കണ നേരത്ത് നീ അവനെ കണ്ടില്ലാലോ.
അവനെ നീ കാണാൻ വേണ്ടി പോയിരുന്നുവെങ്കിൽ അവിടെ നിനക്കെന്നെ കാണാമായിരുന്നു. അവനെ കാണല്, രോഗിയെ സന്ദർശിക്കല്, അത് എന്നെ സന്ദർശിക്കലാണ്. പരിശുദ്ധ റസൂലുള്ളാഹ്. ഇന്നിപ്പോ ഇതൊന്നും വേണ്ട മനുഷ്യന്. ഓന് കുറെ നിസ്കരിക്കണം, ഓന് കുറെ ഓതണം, ഓന് കുറെ ദിക്റ് ചൊല്ലണം, 43 മക്കാമിലേക്ക് സിയാറത്തിന് പോകണം. പിന്നെന്ത് വേണ്ട? മനുഷ്യന്മാർ കേട്ട 5 പൈസ കൊടുക്കല, രോഗികൾക്ക് കൊടുക്കല. 5 പൈസ കൊടുക്കുന്ന പോട്ട് അവരനെ കണ്ടാ ഒന്ന് ചിരിക്കാൻ പോലും ഇല്ല. ചില മനുഷ്യന്മാരെ മുഖം എപ്പോ നോക്കിയെങ്കിലും വെള്ളത്തിൽ പിന്നെ അടക്കം മാതിരി ഇങ്ങനെ ഇഞ്ചി കടിച്ച കുരങ്ങ് പോലെ ഉണ്ടാവും. ഒരു മുഖത്തൊരു പുഞ്ചിരി, അത് മുഅ്മിനിന്റെ ലക്ഷണമല്ലേ? അത് ഞാനൊരു മുഅ്മിനാണെങ്കിൽ എന്റെ മുഖത്ത് ആ പുഞ്ചിരി വേണ്ടേ? എന്നെ പുഞ്ചിരി വേണ്ടെന്ന് ചോദിക്കുമ്പോൾ ചെക്കന്മാർ ഓളെ കാണുമ്പോൾ പുഞ്ചിരിക്കാൻ നിൽക്കണ്ടേ? ഉറൂസ് കഴിഞ്ഞിട്ട് പയ്യ പോകുമ്പോ ഉസ്താദ് വേലിൽ പറഞ്ഞിട്ട് പുഞ്ചിരിക്കണോ? അല്ല, ഞാൻ ഒരിടത്ത് ഖുർആൻ ക്ലാസ് എടുത്തു. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞല്ലോ എന്തെന്ന്? പെണ്ണുങ്ങളെ കാണുമ്പോ ആണുങ്ങൾ കണ്ണു ചുമ്മണോ, ആണുങ്ങളെ കാണുമ്പോ പെണ്ണുങ്ങളും കണ്ണു ചുമ്മണോ? ഖുർആനിലുണ്ട്. അല്ലേ? വിശുദ്ധ ഖുർആനിലുണ്ടല്ലോ. മിനിങ്ങളെ വിളിച്ചിട്ട്, പെണ്ണുങ്ങളെ വിളിച്ചിട്ട്, ആണുങ്ങളെ വിളിച്ചിട്ട് അല്ലാഹു പ്രത്യേകം പറഞ്ഞു, അന്യ സ്ത്രീകളെ കാണുമ്പോ അന്യ ആണുങ്ങൾ കണ്ണു ചുമ്മണം, അന്യ ആണുങ്ങളെ കാണുമ്പോ അന്യ പെണ്ണുങ്ങളും കണ്ണു ചുമ്മണം. നോക്കണ്ട, കണ്ണു ചുമ്മണം പറഞ്ഞ അർത്ഥം നിന്ന് നിൽക്കണമെന്നല്ല, നോക്കണ്ട, കണ്ണു ചുമ്മണോ എന്നുള്ള ആയത്തും വിശദീകരിച്ചിട്ട് ഞാൻ ഖുർആൻ ക്ലാസ് എടുത്തപ്പോ 2 കണ്ണു ചുമ്മണമെന്നാണ്. ഒരു ചെറുപ്പക്കാരൻ എണിച്ചിട്ട് എന്നോട് ചോദിച്ചതറിയോ, ഉസ്താദ് എനിക്കൊരു ഡൗട്ട് ഉണ്ട്, അന്യ സ്ത്രീകളെ കാണുമ്പോ 2 കണ്ണു ചുമ്മണോ? 2 കണ്ണു ചുമ്മിയല്ല അല്ലാഹു നല്ലോണം കൂലി തരുന്നേ. അതെ, അപ്പൊ 1 കണ്ണു ചുമ്മിയെങ്കിൽ ഓളെ കാണുമ്പോ 1 കണ്ണടിച്ചെങ്കിൽ, അപ്പൊ ഞാൻ പറഞ്ഞ അല്ലല്ല കൂലി തരുന്ന ഓളെ ആങ്ങളെ ആയിരിക്കും ചെരുപ്പില്. ഓന്റെ ചെറുക്കന്റെ സംശയമാണ്. എന്ന പോലെ ഇനിയിപ്പോ പുഞ്ചിരിക്കോണെന്ന് അറിഞ്ഞിട്ട് ഇനിയിപ്പോ വയല് കേട്ടനല്ലേ ഇങ്ങളല്ലേ ഉസ്താദ് ജെല്ലിന്ന് അറിഞ്ഞിട്ട് ഒരാൾ പുഞ്ചിരി കേൾക്കണ്ട. പരസ്പരം കാണുമ്പോ മുഖത്തൊരു പുഞ്ചിരി, ഒരു മന്ദസ്മിതം എപ്പോഴും അത് വേണം. തബസ്സുമുകാല മുസ്തഫായ റസൂലുള്ളാഹി പറഞ്ഞല്ലോ, നിന്റെ അത്തബസ്സുമു സദഖ, പുഞ്ചിരി അതൊരു സദഖയാണ്. നിന്റെ സഹോദരനെ കാണുമ്പോ നിന്റെ മുഖത്തുള്ള ആ പുഞ്ചിരി, ആ ഒരു തേജസ്, ആ ഒരു റാഹത്ത്, അവരനെ കാണുമ്പോ നിന്റെ ആ നല്ല റിയാക്ഷന്, അത് ദാനമാണ്, ധർമ്മമാണ്, സദഖയാണ്. ഹബീബുൽ വറ റസൂലുള്ളാഹ്. ഇതിപ്പോ പള്ളിക്ക് വരൂ, കണ്ടാ സലാം പറയാല, ഒരു സുഖൂരും കേക്കല, ഒന്നും ഉണ്ടാവേല. വലിയ ബടാമോലിയാരല്ലേ, വലിയ ആജിയല്ലേ, ഇങ്ങനെ ഊതിപ്പിടിച്ച ബളൂണ് പോലെ ഉണ്ടാവും തമ്മു. ഇനി സലാം ചെല്ലാം തന്നെ ഭയങ്കര കഷ്ടത്തില്. എന്തിമാനിത് അങ്ങനെയല്ല. മുഅ്മിനിന്റെ സ്വഭാവം അങ്ങനെയല്ല. ഹബീബായ റസൂലുള്ളാഹി പറഞ്ഞു, നീ അവനെ കാണുമ്പോഴുള്ള ഏറ്റവും നല്ല ബന്ധം അവനെ നീ നല്ലോണം സമീപിക്കണോ. നല്ല വിശാലമായ മനസ്സോടെ, മുഖവും നല്ല പ്രസന്നവദനത്തോടെ, പുഞ്ചിരി തൂകുന്ന മുഖത്തോടെ നീ അവനെ സമീപിക്കുമ്പോ അത് അല്ലാഹുവിന് ഇഷ്ടമുള്ള അമലാണ്. അല്ലാഹു ഞങ്ങളെ കൂടെ ഉള്ളത് തന്നെ അപ്പൊ അവന്റെ അടിമകളെ പരിഗണിക്കുമ്പോ, അടിമകളോടുള്ള ബന്ധം മാറ്റിയിട്ട് അല്ലാഹു തആലാക്ക് മാത്രം ബന്ധപ്പെടാൻ നിസ്കരിക്കാനും ഓതാനും തുടങ്ങിയെങ്കിലേ അല്ലാഹ് മൈൻഡ് ചെയ്യാല. അവന്റെ അടിമകളോടുള്ള ബന്ധം ആദ്യം വേണം. അവരോട് നല്ല നിലക്ക് വേണം. നല്ല കാരുണ്യത്തോടെ, സ്നേഹത്തോടെ, വാത്സല്യത്തോടെ, നല്ല സിമ്പതിയോടെ, നല്ല സഹകരണത്തോടെ അവരോട് പെരുമാറാൻ ആദ്യം പഠിക്കണം. നോക്കണ്ട, ജാതി നോക്കണ്ട, ഹിന്ദുവെന്നോ ക്രിസ്ത്യനെന്നോ മുസൽമാനെന്നോ നോക്കണ്ട, മനുഷ്യനല്ലേ. എല്ലാവരോടും നല്ല നിലക്ക് പെരുമാറണം, എല്ലാവരോടും നല്ല നിലക്ക് സഹകരിക്കണം, എല്ലാവരെയും നല്ല നിലക്ക് സമീപിക്കണം. പ്രത്യേകിച്ച് രോഗികളോട്. മനുഷ്യന്മാരാ ദ്വാരക്കാൻ പറഞ്ഞത് ഈ മജ്‌ലിസില്. ഞാൻ ഇവിടെ വന്ന പിന്നെ നമ്മളെ ഉറൂസ് കമ്മിറ്റി ചെയർമാൻ അടക്കം, അലി സാഹിബ് അടക്കമുള്ള, നമ്മളെ ഹൈദർ അലി സാഹിബ്, ഷാഫി അടക്കമുള്ളവരെല്ലാം, പിന്നെ ഹംജദ് ഉസ്താദ് അടക്കമുള്ള പലരും പറഞ്ഞു, നാളെ ഓപ്പറേഷൻ നടക്കുന്ന ഒരു സഹോദരി, നമ്മളെ അബ്ദുൽ ഉസ്താദിന്റെ പെങ്ങള്, പിന്നെ ഒരു സഹോദരി, കുറെ ആൾക്കാർ, അല്ലാതെ വേറെ കുറെ ആൾക്കാർ നമ്മളോടൊക്കെ ദ്വാരക്കാൻ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു തആല അങ്ങനെയുള്ള രോഗങ്ങൾ തൊട്ട് ഞങ്ങളെ കാക്കട്ടെ.
ക്യാൻസർ പോലെയുള്ള വലിയ വലിയ രോഗങ്ങൾ, ഷുഗർ പ്രഷർ പോലെയുള്ള മാരകമായ രോഗങ്ങൾ, സിഹർ കണ്ണേറുകളെ തൊട്ട് അല്ലാഹു മുഅ്മിനീങ്ങൾ ഒത്തുകൂടിയ മജ്ലിസിന്റെ ബർക്കത്തുകൊണ്ട്, ഈ മുതഅല്ലിമീങ്ങൾ ഒത്തുകൂടിയ മജ്ലിസിന്റെ ബർക്കത്തുകൊണ്ട്, കാലങ്ങളേറെയായി അല്ലാഹുക്ക് സുജൂദ് ചെയ്യുന്ന വയസ്സന്മാരുള്ള ഈ മജ്ലിസിന്റെ ബർക്കത്തുകൊണ്ട്, അല്ലാഹുവിന്റെ മഹാന്മാർ കിടക്കുന്ന ഈ മണ്ണിന്റെ ബർക്കത്തുകൊണ്ട്, അങ്ങനെയുള്ള മാരകമായ രോഗങ്ങളെ തൊട്ട് അവരെയും ഞങ്ങളെയും അല്ലാഹു കാക്കട്ടെ. അങ്ങനെയുള്ള രോഗങ്ങൾ അല്ലാഹു മരുന്നില്ലാതെ ശിഫയാക്കി തരട്ടെ. ഞങ്ങളെ സ്വലാത്തും ഞങ്ങളെ സ്വതക്കയും അല്ലാഹു അതിന് മരുന്നാക്കി തന്ന് അനുഗ്രഹിക്കട്ടെ. രോഗികളോട് നല്ല സ്നേഹം വേണം, അവർക്ക് പ്രാർത്ഥിക്കണം, അവരെ കാണണം. മഹാന്മാർ പറഞ്ഞെന്തറിയോ, നീ അങ്ങോട്ട് അല്ലാഹു ശിഫയാക്കട്ടെ എന്ന് ദ്വാരക്കുന്നതിനെക്കാട്ടും വലിയ ദുആ രോഗിയെ കാണാൻ പോയിട്ടാകുമ്പോ ഞങ്ങൾ ദ്വാരക്കണമല്ലോ. ദ്വാരക്കണ്ടേ? ആ ദ്വാരക്കുന്നതിനെക്കാട്ടും വലിയ ദുആ ഏതറിയോ? നീ അങ്ങോട്ടുള്ള നിന്റെ ദുആയേക്കാളും ഏറ്റവും വലിയ കനപ്പെട്ട ദുആ, ഇജാബത്തുള്ള ദുആ, അല്ലാഹുവിന്റെ അടുക്കൽ വിലയുള്ള ദുആ ആ രോഗിയുടെ ദുആയാണ്. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, രോഗിയെ കൊണ്ട് നിങ്ങളും ദുആരപ്പിച്ചോ, രോഗിയെ കൊണ്ട് നിങ്ങളും ദുആരപ്പിച്ചോ. നിങ്ങളും ദുആഉൽ മരി ദഅവത്തുൽ മരീലി കദഅവത്തിൽ മലായിക. രോഗിയുടെ ദുആ അത് മലായികത്തീങ്ങളുടെ ദുആ പോലെയാണ്. രോഗികളുടെ പ്രാർത്ഥന അത് മലായികത്തീങ്ങളെന്ന മുഖറബീങ്ങളുടെ ദുആ പോലെയാണ്. ലൈസ ബൈനഹാ വബൈനല്ലാഹി ഹിജാബ്. രോഗിയുടെ പ്രാർത്ഥനക്കിടയിൽ മറയില്ല, ആ ദുആ തട്ടിക്കളയില്ല. അല്ലാഹു നിങ്ങളെ രോഗം ശിഫയാക്കട്ടെ, അല്ലാഹു നിങ്ങളെ സലാമത്താക്കട്ടെ, അല്ലാഹു നിങ്ങളെ കാക്കട്ടെ, ചന്തത്തിലാക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ട് ദുആരക്കുമ്പോ അയാളോടും പറയണോ, ഞങ്ങൾക്കും ദുആരക്കി, ഞങ്ങൾക്കും ദുആരക്കി. ആ ദുആയാണ് ഏറ്റവും വിലയുള്ള ദുആ. രോഗിയെ കാണലെന്നെ വലിയ കൂലിയുള്ള വിഷയമാണ്. ഈ രോഗിയെ കാണാൻ വേണ്ടി പോകുന്ന ഓരോ ചവിട്ടടിക്കും അല്ലാഹു പാപങ്ങൾ പൊറുക്കുന്നു. ഒരു വേള അവന് കൊടുത്ത രോഗം പോലത്തെ രോഗം നിനക്കല്ല തരാൻ കണക്കാക്കിയിട്ടുണ്ടെങ്കിൽ ഈ പോന്ന പോക്കെന്ന നല്ല കാര്യത്തിന്റെ കാരണം കൊണ്ട് അല്ലാഹു ആ രോഗം നിനക്കിന് തരില്ല. അങ്ങനെയുണ്ട്. അള്ളാഹ്ക്ക് അതല്ല വലിയ ഇഷ്ടം. പലതും അല്ലാഹു തട്ടിമാറ്റുന്നത് അവന്റെ അടിമകളെ ഞങ്ങൾ മുഖവിലേക്ക് എടുക്കുമ്പോഴാണ്. സദക്ക കൊടുത്തെങ്കിൽ അല്ലാഹു അവിടെ വേറെ എവിടെയും വയൽ നടക്കുന്നില്ലല്ലേ? എനക്കെന്തോ ഒരു സൗണ്ട് കേട്ട പോലെ ഇല്ലല്ലേ? ആൾക്കാരെല്ലാം നടക്കും. പിന്നെ മന്നൂറിൽ പോയാൽ തന്നെ ഇരിക്കാലോ. പിന്നെ ചില മനുഷ്യന്മാർ പറയലുണ്ട്, ഉസ്താദെ ഞങ്ങൾ സദസ്സിൽ ഇരുന്നിട്ടില്ലെങ്കിലും ഞങ്ങൾ പുറത്തിരുന്നിട്ട് ഫുള്ള് കേൾക്കണോ? കേട്ടങ്ങ് കൂലിയും ഉണ്ട്, ചിലപ്പോ ഗുണവും കിട്ടും, അത് ഉപകാരപ്പെടുകയും ചെയ്യും. ചിലപ്പോ ഈടെ അടുത്ത് വന്നിട്ട് ഇരുന്നിട്ട് കേട്ടതിനേക്കാളേറെ ക്ലിയറില് പുറത്തു പോയിട്ട് ഇരുന്നിട്ട് കേട്ടെങ്കിൽ ക്ലിയർ ആവുകയും ചെയ്യും. എന്നാലും പറയട്ടെ, സ്വർഗത്തിന്റെ തോപ്പിലിരുന്ന് കേട്ട മജ്ലിസിന്റെ മഹത്വത്തിന്റെ ആ ഒരു ബഹുമാനം പുറത്തിരുന്ന് കേട്ടവർക്കില്ല. കാരണം സ്വർഗത്തിന്റെ തോപ്പ് ഇതാണ്, ഇൽമിന് വേണ്ടിയിട്ട് മാത്രം ഒരുക്കപ്പെട്ട സ്ഥലം. ഭൂമിയിൽ സ്വർഗത്തിന്റെ തോപ്പ് എന്ന് പറഞ്ഞത് രണ്ട് സ്ഥലത്തെ കുറിച്ചാ. സ്വർഗത്തിന്റെ ഭാഗമാണ്. സ്വർഗത്തിന്റെ ഭാഗം എന്ന് പറഞ്ഞാല് സ്വർഗത്തിന്റെ ഹൂറുലിങ്ങളൊന്നും അവിടെ കാണാൻ കഴിയാല. ചിലപ്പോ ഹൂറുലിങ്ങളെ കാണുന്ന എനിക്ക് കാണുന്ന അപ്പൊ എനക്കെന്നെയാ കാണാത്തപ്പോ ഹൂറുലിങ്ങൾ ഉണ്ട് പറഞ്ഞിട്ടല്ല സ്വർഗത്തിന് തോപ്പാക്കിയ അവരെ കാണണമെങ്കിൽ ആടന്നെ പോണോ? ഉണ്ടെന്നും മിഷ്കാത്ത് ഭാരിക്കിൽ ബന്ദയുടെ ഹൂറുൽ സനവരാം ബരീഷാനതും ബടിവാം ഉഗമാം വിളംപിടലായി അവരന്തിരമേലുള്ള ചന്ദിരനുക്കതി രോനിലും തെളിവാം. ഹുർലിങ്ങളെ പറ്റി അവരുടെ മുമ്പല്ലിന്റെ ലങ്കല് കണ്ട, അവരുടെ മുമ്പല്ലിന്റെ ചന്തം കണ്ട് ജിബ്രീല് പോലും അമ്പരന്നിട്ടുണ്ട്. അത് സ്വർഗീയ സ്ത്രീകളാണ്, അത് നല്ലവരായ ഹുർലിങ്ങളാണ്. ആ ഹുർലിങ്ങളെക്കാളേറെ നാളെ അല്ലാഹുവിന്റെ സ്വർഗ്ഗലോകത്ത് പദവിയും മഹത്വമുള്ളവരാണ്. ഞങ്ങളെ നല്ല ഉമ്മ, ഞങ്ങളെ നല്ല പെണ്ണ്, ഞങ്ങളെ നല്ല മോള്, ഞങ്ങളെ നല്ല പെങ്ങള്,
അവർ നല്ലവരാണെങ്കിൽ, അവർ സ്വാലിഹത്തുകളാണെങ്കിൽ, അവർ അല്ലാഹുവിനെ പേടിച്ചവരാണെങ്കിൽ, ലജ്ജയും നാണവും ചങ്കിയും മര്യാദയും സംസ്കാരമുള്ളവരാണെങ്കിൽ, അവർ അല്ലാഹുവിന്റെ സ്വർഗ്ഗലോകത്ത് ഹൂറുള്ളീങ്ങളെക്കാളും വലിയ ദർജയിലാണ്, VIP കാറ്റഗറിയിലാണ്. കെട്ടിയ മാപ്പിളില്ലേ, കെട്ടിയോറില്ലേ, പെണ്ണ് കെട്ടിയോറില്ലേ, പഠിച്ചോനെ നാളെ ആഖിറത്തില് നീ 4 ഹൂറുള്ളീങ്ങളെ താഴാൻ ദ്വാരക്കുന്നതിന് മുന്നേ ഇപ്പൊ കെട്ടിയിട്ടുള്ള മറിയമാനെ ഫസ്റ്റ് താഴാൻ ദ്വാരക്കണം. എന്തേ? നാളെ അവിടെ സൗന്ദര്യം അവരെക്കാളേറെ ഈ മറിയാക്ക്, അവരെക്കാളേറെ സ്ഥാനം ഈ മറിയാക്ക്. മറിയ നല്ലോളാണോ? സീരിയൽ നോക്കിയാ പോയി മറിയാനെ കാട്ടി ഹൂറുള്ളീങ്ങൾ എന്നാവും. ചിരിക്കുന്ന കാണുമ്പോ ഡൗട്ടുണ്ട്, ഹൂറുള്ളീങ്ങളെന്നാവും തോന്നുന്നല്ലേ, അല്ലേ? പാരന്റെ അവസ്ഥ ഓർമ്മ വന്നല്ലേ? ചില മനുഷ്യന്മാർ ഇപ്പോഴും ചിരി നിർത്തിയിട്ടേ ഇല്ല, വേലയൊക്കെ വന്നിട്ടേ ഇല്ല, ഞാൻ ഇപ്പോഴും നോക്കുന്നുണ്ട്. അതിനവരെ മാറ്റം കുറ്റപ്പറക്കാറില്ല. അതിനുള്ള എല്ലാ സൗകര്യം ഫെസിലിറ്റി ചെയ്തു കൊടുത്തിന് ഞമ്മ. ചിരിക്കണ്ട, ചിരിക്കണ്ട, വലിയ ഈമാൻദാരിയാവണ്ട. എല്ലാ നരകത്തിലേക്കുള്ള സൗകര്യവും വഴിയും വെട്ടിക്കൊടുത്തത് ഞമ്മളാ. എന്നിട്ട് ഇവിടെ ഞങ്ങളുടെ ഉസ്താദേ പെണ്ണുങ്ങളെ നല്ലോണം പറയണോ? എന്തിനീ പെണ്ണുങ്ങളെ പറയണ്ടിയേ? എന്തിനു പറയണോ പെണ്ണിനെ? എപ്പോഴും ടിവിന്റെ മുന്നിൽ നിന്നെത്ര നോക്കില്ലോ? നീ സൗകര്യം ചെയ്തു കൊടുത്തതാണോ പിന്നെയും അവർക്ക് സൗകര്യം ആയത്? ടിവി തെറ്റല്ല, മുത്തലക്കൻ ടിവി എന്നത് തെറ്റല്ല, മൊബൈൽ എന്നത് തെറ്റല്ല. അത് മിസ്യൂസ് ചെയ്യപ്പെടുന്നു, അത് ദുരുപയോഗം ചെയ്യപ്പെടുന്നു. അവിടെയാണ് പ്രശ്നം. അല്ലാഹു ഞങ്ങളെ കാക്കട്ടെ. എന്റെ വിഷയം അതല്ലല്ലോ. രോഗികളെ സന്ദർശിക്കുക, അവരെ കൊണ്ട് ദുആ അർപ്പിക്കുക. മുസ്തഫായ റസൂലുള്ളാഹി പറഞ്ഞു, അവരുടെ ദുആക്ക് വലിയ ഇജാബത്തുണ്ട്. ലൈസ ബൈനഹാ വബൈനല്ലാഹി ഹിജാബ്. രോഗിയുടെ ദുആക്കിടയില് അള്ളാന്റെ ഇടയില് കർട്ടനില്ല, മറയില്ല, വിരിയില്ല, അടതടകളില്ല. അത് ത്രൂ അള്ളാഹുവിലേക്ക് എത്തുന്ന ദുആയാണ്. അതുകൊണ്ട് രോഗികളെ കാണുമ്പോ നിങ്ങൾ ഇങ്ങനെ എന്താ പറയാ, ബേജാറ് പ്രകടിപ്പിച്ചിട്ട് അല്ലാ ഇങ്ങനായി പോയല്ലേ, അല്ലാ കുറെ കാലായല്ലേ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ആക്കിയിട്ട് വരണ്ടല്ല. സമാധാനിപ്പിച്ചിട്ട് ആശ്വസിപ്പിച്ചിട്ട് അവരെ കൊണ്ട് ദുആ അർപ്പിച്ചിട്ട് പറഞ്ഞു. രോഗികളെ കാണാൻ വേണ്ടി അതിനാണ്. രോഗികളെ കാണാൻ സുന്നത്താണ്, രോഗികളെ കാണാൻ പോലും സുന്നത്താണ്. നമുക്ക് വേണ്ടപ്പെട്ട ഒരാളുണ്ട് എന്നറിഞ്ഞെങ്കിൽ ഉടനെ കാണണം, ആശ്വസിപ്പിക്കണം, ദുആ അർപ്പിക്കണം, സമാധാനിപ്പിച്ചിട്ട് വരണോ. മനസ്സിന്റെ ഫിക്റല്ല നമ്മളെ കാണുമ്പോഴേ അയാൾക്ക് മാറണ്ടേ. മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് രോഗിയാണെന്നറിഞ്ഞ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കാണാമെന്നോ. വരുന്ന കണ്ടപ്പോഴേ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു രോഗം മാറി. വരുന്ന കണ്ടപ്പോഴേ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു രോഗം മാറി. മരിദൽ ഹബീബു ഫഅതുഹു ഫമരിൽതു മിൻ നസഫീലൈ ഷഫിയൽ ഹബീബു ഫസാറനി ഫശുഫീതു മിൻ നളിരീലൈ. നമ്മളെ കാണുമ്പോ നമ്മ ആശുപത്രിക്കാരെ നോക്കാൻ പോയിനെ, ഓന്റെ രോഗം മാറുന്നയാ കൂടുന്നയാ? കൂടുന്ന മാത്രല്ല, ചില രോഗികൾ ഞങ്ങളെ വിഷയം കേട്ടിട്ട് മയ്യത്തുവോ. ചില മനുഷ്യന്മാർ ആശുപത്രിക്ക് പോയി ആക്കുന്ന കോലം കണ്ട ആശുപത്രിക്ക് പോവും. രോഗിയുണ്ട്, എളാമുണ്ട്, എളാമാക്ക് സുഖമില്ല, അല്ലെങ്കിൽ അങ്ങനെ ഇങ്ങനെ മൂത്താപ്പാക്ക് സുഖമില്ല, ഉപ്പാപ്പാക്ക് സുഖമില്ല എന്ന് പറഞ്ഞിട്ട് കാണാൻ പോകും. പോകുമ്പോ തന്നെ 4 കുപ്പി പെപ്സി, 6 കിലോ ആപ്പിള്, 3 ജിയോ സിം എല്ലാം എടുത്തോണ്ടേ പോന്നെ. ഇതെല്ലാവർക്കും പെപ്സി കൊക്കക്കോളല്ലോ. ആടെ വരുന്നവർക്ക് കുടിക്കാനെന്നാ നല്ലത് തന്നെ, തെറ്റല്ല. പക്ഷെ രോഗിക്ക് നിറഞ്ഞിട്ട് കൊണ്ടുവന്ന് നിൽക്കണ്ട. ശരിക്കുള്ള പെപ്സിയെ കുടിക്കണ്ടല്ലേ ഡോക്ടർ? പിന്നെ ഇതല്ലേ ഈ ജൂതന്റെ പെപ്സി. ആട്ട് നീ ഏതായാലും കൊണ്ടുപോയിട്ട് ഈ ചങ്ങ എന്തൊക്കെ അറിയാം. നമ്മള് ചില പെണ്ണുങ്ങൾക്കെല്ലാം ആ സ്വഭാവം കൂടുതൽ. ഞാൻ ആക്ഷേപിക്കുന്നതല്ല, ചില ആണുങ്ങൾക്കും ഉണ്ട്. അവർ പോവും, രോഗിനെ കാണും. രോഗിനെ ഞങ്ങൾ ആശ്വസിപ്പിക്കാനാണ് പോണ്ടിയത്. ഞങ്ങളെ കൊണ്ട് രോഗിക്ക് സമാധാനമുണ്ട്, ഒരിത്തിരി റാഹത്തുണ്ട് എന്ന് കണ്ടാൽ അയാളെ സമാധാനിപ്പിക്കണം, അവിടെ നിൽക്കണം. അയാൾക്ക് ഞങ്ങളെ പോക്ക് അതല്ലെങ്കിൽ ഞങ്ങളെ നൃത്തം പൊറുതികേടുണ്ടാവുന്നെങ്കിൽ, അയാൾക്ക് വിഷമാണെങ്കിൽ, അയാൾക്ക് ഡിസ്റ്റർബാണെങ്കിൽ, അയാൾക്ക് പ്രശ്നമാണെങ്കിൽ നീ എവിടെ നിൽക്കല്ലേ.
പെട്ടെന്ന് പോക്കോണോ. പരിശുദ്ധ ദീന് പഠിപ്പിക്കുന്ന അങ്ങനെയാണ്. നീ മൊബൈലിൽ ചെല്ലാനും സ്വകാര്യം പറയാനും നിന്റെ രാഷ്ട്രീയം ഉണ്ടാനും നിന്റെ ബണ്ടലടിക്കാനും റെയിൽ വിടാനും നീ രോഗിന്റെ അടുത്ത് പോയിട്ട് കുത്തിരിക്കണ്ട. ആശുപത്രിയിൽ നല്ല ബെഡ് കാലുണ്ടെന്ന് പറഞ്ഞിട്ട് അവിടെ കുത്തിരിക്കണ്ട. അവന് സമാധാനം ഉണ്ടെങ്കിൽ ഒരു ഇത്തിരി നേരം ഇരുന്നോ. ഇത് ഞമ്മ സമാധാനിപ്പിക്കുന്ന മോശമല്ല. ഞമ്മളെ കാണുമ്പോഴേ ആളെ കാറ്റുപോകും. ചില മനുഷ്യന്മാരുണ്ട് കാണാൻ പോവും, ചില പെണ്ണുങ്ങളെല്ലാം കാണാൻ പോകും. പോയിട്ട് എന്താ അറിയോ, കാലിന്റെ ഇട കുത്തിരിക്കും. 6 ദിവസമായി അഡ്മിറ്റ് ആയിട്ട് ഏളാമ. ഇന്ന് രാവിലെ എന്റെ ഡോക്ടർ പറഞ്ഞിട്ട് എല്ലാം സുഖം, അതിനെന്ത് പേടിക്കണ്ട, എല്ലാ റിപ്പോർട്ടും ക്ലിയർ ആണ്, നോർമൽ ആണ്, ഇന്ന് വൈകുന്നേരം ഡിസ്ചാർജ് ആവാ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഡോക്ടർ പറഞ്ഞിട്ട് പോയിട്ടുമുണ്ട്. പക്ഷെ ആ വരുമ്പോണ്ടായ ആ സൗണ്ട് ഇല്ലേ, അതങ്ങനെ ഉണ്ട്. ആ ഡോക്ടർ പറഞ്ഞു ചെയ്തിന് ഒരു 3 ആഴ്ച ക്ലിയർ ആവും, ഇപ്പൊ പേടിക്കണമെന്നില്ല, നിങ്ങൾ പോയിക്കോളി. ഇതിന്റെ ഇടയിലാണ് കാണാൻ വന്നത് ആരി കുഞ്ഞമ്മോ മൂത്തമ്മോ വന്നിട്ട് ഈ ഇയാളമാന്റെ കാലിന്റെ അവിടെ നിന്നിട്ട് പറഞ്ഞെന്തറിഞ്ഞ അവിടെ ഉള്ളവരോട് എങ്ങനെയുള്ള റാഹത്തല്ലേ? ആ റാഹത്ത് മോളെ അൽഹംദുലില്ലാ ഡിസ്ചാർജ് ആവെന്ന് പറഞ്ഞിനി. അപ്പൊ അടുത്തുള്ളവനെ നോക്കിയിട്ട് നോക്കാൻ പോയ അമ്മായി പറയുന്നത് എന്താ പറയാ, അടുത്തുള്ളവളെ നോക്കിയിട്ട് ഇതണേ വിസർജന ഇതേ കൂറ്റി എന്റെ ഉമ്മമാക്കുണ്ടായിന്, ഇങ്ങനെ ഉണ്ടായിന്, 3ാമത്തെ എന്റെ ഉമ്മ പോയിന്. ഇത് കേൾക്കുമ്പോ അന്ന് ഡിസ്ചാർജ് ആവേണ്ടി വരുമോ, അല്ല ആംബുലൻസിന് വേണ്ടി വരും വേളാമോ? അത് പറയേണ്ട വാക്കാട്, അത് പറയേണ്ടത് അവിടെ, അത് പറയാനാ നീ പോയത്. ഇത് കേൾക്കുമ്പോ ആ ഉമ്മാന്റെ ഹാർട്ട് അറ്റാക്കും കിഡ്നി കോവലേ പറയാൻ പാടില്ല. അവിടെ അങ്ങനെയല്ല സമാധാനിപ്പിക്കേണ്ടത്, അവരെ നല്ല നിലക്ക് ആശ്വസിപ്പിക്കണം. എല്ലാവരോടുമുള്ള ബന്ധമുണ്ടാവണം. രോഗികളോടായാലും കുടുംബക്കാരോടായാലും ആരോടായാലും. പരിശുദ്ധ ഖുർആന് പച്ചക്ക് പറഞ്ഞല്ലോ, നല്ല പോലെ കേട്ടോ, നല്ല പോലെ കേട്ടോ. അല്ലദീന യൻഖുദൂന അഹ്ദല്ലാഹി മിൻ ബഅദി മിസാഖിഹി. അല്ലാഹുവിന്റെ എല്ലാ ഉടമ്പടികളും കൽപ്പനകളും കരാറുകളും മട്ടം പോലെ നിർവഹിക്കുന്ന ആണുങ്ങള് പെണ്ണുങ്ങള്, അത് പാലിക്കാത്തവര്, ചേർക്കണമെന്ന് പറഞ്ഞിട്ടുള്ള ബന്ധം മുറിച്ചവര്, പരസ്പരമുള്ള ബന്ധങ്ങൾ മുറിച്ചവര്, കുടുംബക്കാരോട് അയൽക്കാരോട് ദേഷ്യപ്പെട്ട് അരിശപ്പെട്ട് കഴിയുന്നവര്, ഭൂമിയിൽ ഫിത്ന ഫസാദ് ഉണ്ടാക്കുന്നവര്, ആക്രമണം ഉണ്ടാക്കുന്നവര്, നാശം വിതക്കുന്നവര്, ചേർക്കണമെന്ന് പറഞ്ഞിട്ടുള്ള ഊട്ടിയുറപ്പിക്കണമെന്ന് പറഞ്ഞിട്ടുള്ള ബന്ധങ്ങൾ മുറിക്കുന്നവര്, ഉലൈക ഹുമുൽ ഖാസിറൂൻ, അവർ പരാജിതരാണ്. അവർ ദുനിയാവിലും ആഖിറത്തിലും പരാജയപ്പെട്ടവരാണ്. ബന്ധങ്ങൾ മുറിച്ചവർ പരാജയപ്പെട്ടവരാണ്. ആജിയായിട്ട് കാര്യമില്ല, ഉസ്താദായിട്ട് കാര്യമില്ല, വയല് പറയുന്ന ആളായിട്ട് കാര്യമില്ല, നിസ്കാര തടമ്പുണ്ടായിട്ട് കാര്യമില്ല, ദിവസത്തിൽ 70,000 ലാ ഇലാഹ ഇല്ലല്ലാഹ് ചെല്ലുന്നു പറഞ്ഞിട്ട് കാര്യമില്ല, 10 ദിവസം കൂടുമ്പോൾ ഒരു ഖത്തം തീർക്കുന്നു പറഞ്ഞിട്ട് കാര്യമില്ല. വയഖ്തഊന മാ അമറല്ലാഹു ബിഹി അൻ യുസലാ, ചേർത്ത് വെക്കണമെന്ന് പറഞ്ഞിട്ടുള്ള ബന്ധം മുറിച്ചവരാ, ഊഷ്മളമാക്കി വെക്കണമെന്ന് പറഞ്ഞിട്ടുള്ള ആ ബന്ധം മുറിച്ചവര്, അയൽപക്ക ബന്ധമാകട്ടെ കുടുംബ ബന്ധമാകട്ടെ ഏത് ബന്ധമാകട്ടെ ആ ബന്ധം മുറിച്ചവര്, ഉലൈക ഹുമുൽ ഖാസിറൂൻ, അവര് 2 ലോകത്തും വലിയ നഷ്ടത്തിലാണ്, പരാജയപ്പെട്ടവരാണ്. മറ്റൊരായത്തിൽ അല്ലാഹു പറഞ്ഞത് കാണാം, ഉലൈകല്ലദീന ലഅനഹുമുല്ലാഹ്, അവർക്ക് അല്ലാഹുവിന്റെ ലഅനത്തുണ്ട്. കുടുംബബന്ധം മുറിച്ചവര്, കുടുംബബന്ധം മുറിച്ചവര്, അയൽപക്ക ബന്ധം മുറിച്ചവര്, സൗഹൃദ ബന്ധം മുറിച്ചവര്, സ്നേഹബന്ധം മുറിച്ചവര്, ചേർക്കപ്പെടേണ്ട ഏത് ബന്ധമായാലും ഇന്നത് എന്നില്ല, ഏത് ബന്ധവും. ഇവിടെ പിന്നെ നോട്ടീസിൽ വേറെ വേറെ ബന്ധങ്ങൾ പറഞ്ഞതുകൊണ്ട് ഞാനിത് ആ ഭാഗത്തേക്കൊന്നും കിടക്കുന്നില്ല. നാളത്തെ ഉസ്താദിന്റെ വിഷയം, മറ്റന്നാളത്തെ ഉസ്താദിന്റെ വിഷയം, പിന്നെ എന്ത് സന്താനങ്ങൾ അല്ലെ, ഫലപ്പെടുന്ന സന്താനങ്ങൾ നാളത്തെ ഉസ്താദിന്റെ. മക്കളെ വിഷയം നാളെ ഉണ്ട്. ഇന്നലെയും കഴിഞ്ഞു ഒരു ഉസ്താദിന്റെ വിഷയം, സന്താന പരിപാലനവും. അത് രണ്ടും ഒന്നല്ലോ, 2 ദിവസമായി. ഇരിക്കട്ടത് വിട്, നിങ്ങൾ പിന്നെ വേണ്ട നാളെ ചർച്ചാക്കാൻ നിൽക്കണ്ട. എഴുതിയിട്ട് കാണുമ്പോൾ ഒരു പോലെ കണ്ട, അതുകൊണ്ട് പറഞ്ഞു.
അപ്പൊ ഞാനിനി മക്കളെ പറ്റിയുള്ള ബന്ധം എങ്ങനെ പോകണോന്ന് ഞാനിപ്പോ പ്രത്യേകം പറയുന്നില്ല, കാരണം അത് കഴിഞ്ഞു, വിഷയം കഴിഞ്ഞു. ഇനി കഴിഞ്ഞിട്ടില്ലെങ്കിൽ നാളെയും ഉണ്ട്, അപ്പൊ കേട്ടത് ശരിയാവും. ഞാൻ മൊത്തത്തിൽ പറയട്ടെ, എല്ലാവരോടുള്ള ബന്ധം, അയൽവാസികളോടുള്ള ബന്ധം. ഞങ്ങൾക്ക് എങ്ങനെയുണ്ട് അയൽവാസികളോടുള്ള ബന്ധം? എങ്ങനെയുണ്ട്? നിങ്ങൾ എന്നെ സ്വയം ആലോചിക്കുക, ആരും കയ്യാത്താൻ കണ്ട. നിങ്ങളെ അപ്പുറത്തപ്പുറത്തുള്ള, നിങ്ങളെ തിരുമുറ്റത്തുള്ള, നിങ്ങളെ ആസുവാസിലുള്ള അയൽവാസികളോട് നിങ്ങൾ നിലക്കുണ്ട്? പിരിസത്തിലുണ്ട്, ആരിസത്തിലുണ്ടാ? ഞാനും ഉണ്ടാണ്ട് 8 കൊല്ലായി. ഇതിന്റെ ഇടയിൽ എത്ര ഉംറ കോയിന്? 4 അല്ലേ? എന്തിനു ഉംറ? മഹാനായ ജിബ്രീൽ വന്നിട്ട് നബിയോട് പറഞ്ഞു, നബിയേ അയൽവാസികളെ ശ്രദ്ധിക്കണം നബിയേ, അവരെ മറക്കല്ല നബിയേ, അവരോടുള്ള ബന്ധം നല്ല നിലക്ക് വേണം നബിയേ. ഇത് ജിബ്രീൽ ഒരു വട്ടം വന്നിട്ട് പറഞ്ഞതല്ല, 2 വട്ടം വന്നിട്ട് പറഞ്ഞതല്ല, ഇടക്കിടക്ക് വന്നിട്ട് റസൂലുള്ളാഹിയോട് അയൽവാസികളുടെ കാര്യം പറഞ്ഞിട്ട്, ബന്ധം പറഞ്ഞിട്ട് ജിബ്രീൽ അങ്ങനെ ഉണർത്തുമ്പോ ഹബീബായ നബി തങ്ങൾ പറഞ്ഞെന്തറിയാ? ഔസിനി ജിബ്രീലോ, ജിബ്രീൽ എന്നോട് വന്നിട്ട് ഇടക്കിടക്ക് വന്നിട്ട് അയൽവാസികളെ കാര്യം പറയുമ്പോ ഹത്താ ലനന്തു കഅന്നഹു യുവരിസൂ, അവർക്ക് എന്റെ സ്വത്തിന്റെ ഒരു വിഹിതം കൂടി കൊടുക്കേണ്ടി വരുമോ എന്ന് പോലും ഞാൻ വിചാരിച്ചു പോയി. എന്റെ സ്വത്ത് നാളെ ഡിവൈഡ് ആക്കുമ്പോ വലിയ മോന് ചെറിയ മോന്, വലിയ മോക്ക് ചെറിയ മോക്ക്, ഉമ്മാക്ക് കെട്ടിയോൾക്ക് കുട്ടികൾക്ക്, അല്ലേ 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 അല്ലേ? നിങ്ങക്ക് സ്വത്തില്ലേ? അല്ല കൊടുക്കുന്നില്ലേ? ഇങ്ങോട്ട് മുണ്ടുന്നില്ല. അങ്ങനെ പിന്നെ പക്ഷേ റസൂലുള്ള പറഞ്ഞെന്തറിയാ? ജിബ്രീൽ വന്നിട്ട് എന്നോട് അയൽവാസികളെ ശ്രദ്ധിക്കണം നബിയെ, അവരോട് കോപിക്കല്ല നബിയെ, അവരോട് അരിച്ചപ്പെടേണ്ട നബിയെ, അവരെ ബുദ്ധിമുട്ടാക്കരുത് നബിയെ എന്നോട് ഇടക്കിടക്ക് വന്നിട്ട് പറയുമ്പോ ഞാൻ വിചാരിച്ചു, കുടുംബക്കാർക്ക് കൊടുക്കേണ്ട സ്വത്തിന്റെ ഒരു വിഹിതം പോലെ അയൽവാസികൾക്കും കൊടുക്കേണ്ടി വരുമോ എന്ന് പോലും ഞാൻ വിചാരിച്ചു പോയി. അത്തര കണ്ട് ജിബ്രീൽ എന്നോട് വന്നിട്ട് കാര്യം പറഞ്ഞു. അപ്പൊ അയൽവാസികളോട് നിലക്ക് വേണോ? എത്ര വിരിസപ്പാടിൽ വേണോ? മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ. സമാനമായ സംഭവം മഹാനായ സയ്യിദു താബിഈൻ ഹസനുൽ ബസ്രി തങ്ങളെ സംബന്ധിച്ചും ഉദ്ധരിക്കപ്പെടുന്നുണ്ട്. ഇരിക്കട്ടെ, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു തങ്ങൾക്ക് ഇഷ്ടം പോലെ സ്വത്തുണ്ട്, ഒന്നിലേറെ വീടുണ്ട്. അങ്ങനെ ഉസ്മാൻ ഇബ്നു അഫ്ഫാന്റെ അടുത്ത് അയൽവാസിയായിട്ട് ഒരു ജൂതനായ മനുഷ്യന്റെ പൊരയുണ്ട്. ജൂതനാണ് ആള്, മാപ്പിള ജാതി അല്ല. എന്നാലും ഈ ഇസ്രായേലിലെ ജൂതനല്ല, നല്ല ഒരു കുറച്ച് ഒരു കൾച്ചറുള്ള ഒരു കൃപയുള്ള ഒരു ജൂതൻ. ആര് 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 ഏടുള്ള ഗോവിന്ദ ഏടുള്ള ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളുടെ അയൽവാസിയായിട്ട് ഒരു ജൂതനുണ്ട്. ആ ജൂതനായ മനുഷ്യൻ എന്ത് തീരുമാനിച്ചറിയോരിക്കോ? അവന്റെ പര വിൽക്കാൻ വേണ്ടി തീരുമാനിച്ചു. പര സേലിന് വെച്ച് സേലിന് വെച്ചിട്ട് പര വിൽക്കാൻ വേണ്ടി തീരുമാനിച്ചു. അങ്ങനെ പരക്കൊരു റേറ്റും പറഞ്ഞു. 5000 എന്തോ ദീനാർ. ഉദാഹരണം, ഞാനിപ്പത് ഓർക്കുന്നില്ല, കിതാബിലുള്ള സംഖ്യ ഞാൻ ഓർക്കുന്നില്ല. ഉദാഹരണം പറയട്ടെ, നിങ്ങൾക്ക് തിരിയാൻ വേണ്ടി പറയട്ടെ. ഒരു 5000 ദിർഹമിന് അല്ലെങ്കിൽ ദീനാറിന് ജൂതനായ മനുഷ്യൻ പരപിക്കാൻ വേണ്ടി തീരുമാനിച്ച്. നല്ല പര, സൗകര്യമുണ്ട്, ചന്തമുണ്ട്, മുറ്റമുണ്ട്, 4-5 തെങ്ങുതോപ്പുണ്ട്, കാരക്കത്തോട്ടമുണ്ട്, എല്ലാം ഉണ്ട്. ഇഷ്ടപ്പെടും, ആർക്കും ഇഷ്ടപ്പെടും. അയാളും അങ്ങനെ മാട്ടമന്ത്രാക്കിയിട്ട് ആ പരന്റെ ഉള്ളിൽ കുത്തിരിക്കാൻ കഴിയാത്തത് കൊണ്ടൊന്നും വിൽക്കുന്നൊന്നുമല്ല. ആ ചങ്ങയ്ക്ക് വേറെ പരയുണ്ട്, അല്ലെങ്കിൽ 4 ഉഷാറിന്റെ പര വേറെ എവിടെ കെട്ടിട്ടുമുണ്ട്. അതിന് വേണ്ടിയിട്ട് മാറാനാണ് ചങ്ങ യുദ്ധടിക്കുന്നത്. ഏതായാലും പര വിൽക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടാകുമ്പോ ഈ ചങ്ങായിന്റെ പര നോക്കാൻ ഇഷ്ടം പോലെ ആള് വന്നു. ഓരോരുത്തർ വന്നിട്ട് ഇങ്ങനെ കീഞ്ഞിട്ട് നോക്കിയിട്ട് ഉള്ളൊന്ന് പുറത്തേക്ക് വരുമ്പോ ഒന്നും കൂടി ചോദിക്കും, എത്ര നിങ്ങളെ പൈസ, പരന്റെ വില എത്ര? രാവിലെ വന്നിട്ട് ചോദിച്ചവരോട് പറഞ്ഞ 5000. അവരെന്നെ വന്നിട്ട് വൈകുന്നേരം അവർക്ക് ഇഷ്ടപ്പെട്ടു. വൈകുന്നേരം വന്നിട്ട് എന്തെങ്കിലും കുറയോന്ന് ചോദിക്കുമ്പോ അല്ല 10,000. അവർ പോയിട്ട് പിറ്റേന്ന് വന്ന് നോക്കാം, എന്തെങ്കിലും സുഖമില്ല, എന്തോ നോക്കാം, പോയിട്ട് പൊരമോശമില്ല, ഒന്നും കൂടി ചോദിച്ചേക്കാം. പിറ്റേ വന്നിട്ട് പിന്നെ അങ്ങനെ പരപ്പിക്കുന്നല്ല, ഓർപ്പിച്ചല്ല. എത്ര ലാസ്റ്റ് എത്ര? 15,000. നാള് പോകുമ്പോ ഒരു 5000 കൂട്ടിക്കൊണ്ടേ പോന്നു. വില വരുന്നില്ല എന്നാകുമ്പോ കുറച്ചോണ്ടല്ലോ പോണ്ടി. അല്ലെങ്കിൽ അങ്ങനെയും തട്ടണമെന്നുണ്ടെങ്കിൽ ഒരിക്കൽ കിട്ടുന്നതിന് കൊടുത്തിട്ട് വിടേണ്ടതല്ലേ. ഇതിങ്ങനെ നാള് പോകും തോറും 5000 കൂട്ടിക്കൊണ്ടേ പോന്നു.
ഈ ജൂതനായ മനുഷ്യൻ ഇങ്ങനെ കൂട്ടിക്കൊണ്ടു പോകുന്ന കണ്ടപ്പോ ഈ വന്ന ഒരു പിന്നെ കച്ചവടം ചെയ്യാൻ വേണ്ടി വന്ന ഒരു കൂട്ടര്, ഈ വീട് വാങ്ങാൻ വേണ്ടി വന്ന ഒരു കൂട്ടര് ജൂതനോട് ചോദിച്ചു അത്ര, അല്ല മനുഷ്യ, നീ നിന്റെ പുര വിൽക്കുന്നില്ല? വിൽക്കുന്ന പിന്നെന്ത്? 5000 പോയി, പിന്നത് 10,000 പിന്നെ 15,000 ഇനിയും ചോദിച്ചാ 20 ആവും. നിങ്ങൾ വിൽക്കുന്നില്ലേ? അതല്ല നിങ്ങൾ കൽപ്പിക്കുന്നയാണോ? ബണ്ണി മനുഷ്യന്മാരെ കൽപ്പിക്കുന്നയാണോ? അതല്ല നേരെ എന്നെ പറയുന്നയാ വിൽക്കുന്നത്. വിൽക്കുന്നെങ്കിൽ നിങ്ങൾ എന്തേ കൂട്ടിക്കൊണ്ട് പോന്നോ? അപ്പോഴാണ് ആ ജൂതനായ മനുഷ്യൻ പറഞ്ഞ മറുപടി എന്തറിയാ? പൊന്നു മുസ്ലിമേ കേട്ടോ, പൊന്നുമ്മ കേട്ടോ. ജൂതനായ മനുഷ്യന് വന്നിട്ട് പറഞ്ഞ മറുപടി എന്തറിയാ? പൊന്നു സഹോദരാ, എന്റെ പുര ഞാൻ വിൽക്കുന്നുണ്ട് എന്നത് നേരാണ്. പക്ഷെ മണിക്കൂറുകൾ കഴിയുമ്പോ, ദിവസങ്ങൾ കഴിയുമ്പോ ഞാനതിന് വില കൂട്ടി പറയാനുള്ള കാരണം അതാ പുരന്റെ വിലയല്ല. ആ പുരന്റെ ഒരു അയൽവാസിയുണ്ട്. ആ അയൽവാസിയെ വിചാരിച്ചിട്ട് എന്റെ പുരക്ക് ഞാൻ ഡിമാൻഡ് കൂട്ടിയതാണ്. കാരണം ഞാൻ ഈ പുര വിറ്റിട്ട് ഭൂമിയുടെ ഏത് കോണില് പോയിട്ട് വേറെ പുരലിരുന്നാലും വേറെ നാട്ടിലേക്ക് പോയാലും അതുപോലത്തെ നല്ലൊരു അയൽവാസിയെ എനിക്ക് കിട്ടില്ല. അതുകൊണ്ട് ആ അയൽവാസിയെ വിചാരിച്ചിട്ടാണ് ഞാൻ വില കൂട്ടിന്. ഏതായാലും ഞാൻ പോന്നു എന്നത് നേരെ, വിൽക്കുന്ന എന്നത് നേരെ, മറുനാട്ടിലേക്ക് മാറി താമസിക്കുന്നു എന്നത് നേരെ. പക്ഷെ എവിടെ പോയാലും ആ അയൽവാസിയെ പോലോത്തവരയൽവാസി എനിക്ക് ദുനിയാവിൽ എവിടെയും കിട്ടിയിട്ടുമില്ല. അത്ര കണ്ട് നല്ല അയൽവാസിയാണ്, നല്ല മനുഷ്യനാണ്. അയാളെ വിചാരിച്ചിട്ടാണ് എന്റെ പരക്ക് ഞാൻ റേറ്റ് കൂട്ടിയത്, മൂല്യം കൂട്ടിയത്, വില കൂട്ടിയത്. ആരറിയുമോ അയൽവാസി? മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ. അവ എത്ര ചന്തത്തിലുണ്ടാണ് ആ ജൂതനും ഇയാളും. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ എന്ന നല്ല അയൽവാസിയെ വിചാരിച്ചിട്ട് ചെങ്ങായിക്ക് ചെറിയ വിലക്ക് കൊടുക്കാൻ മനസ്സില്ല. പിന്നെ വേറെന്തോ ആടെ റബ്ബർ തോട്ടം എന്തോ ഉണ്ടാവും, ചിലപ്പോ അങ്ങനെ പോകുന്നതായിരിക്കും സൗകര്യത്തിന്. പിന്നെ നാളെ ക്ലിപ്പ് വരുവാ, അയാളെ റബ്ബർ തോട്ടം എത്ര ഏക്കറാന്ന് ചോദിച്ചിട്ട്. ഞാൻ ഉദാഹരണം പറഞ്ഞ നിങ്ങൾക്ക് തിരിയാൻ വേണ്ടിട്ട് വേഗം പറഞ്ഞാൽ തീർന്നല്ലോ, പിന്നെ കുറെ തോതണ്ടല്ലോ. അയാൾക്ക് എന്തോ വേറെ സൗകര്യത്തിന് വേണ്ടിട്ട് മാറുന്നു. പക്ഷെ മാറുമ്പോ ഈ അയൽവാസിനെ വിട്ടിട്ട് പോകാൻ മനസ്സില്ല. കാരണം എന്താ പറഞ്ഞാൽ ഇത്ര നല്ല അയൽവാസി ദുനിയാവില് കണ്ണിൽ എണ്ണ ഒഴിച്ച് തേടിയാലും അങ്ങനത്തെ ഒരു അയൽവാസിയെ കിട്ടാല. എല്ലാം കൊണ്ടും സ്നേഹം പകരുന്ന അയൽവാസി, എന്തുകൊണ്ടും സഹകരിക്കുന്ന അയൽവാസി, അതും ഒരു അമുസ്ലിമാണ് എന്നറിഞ്ഞിട്ട് പോലും ഇന്നോളം ഒരു വിവേചനം കാട്ടാതെ സ്നേഹം മാത്രം തന്ന അയൽവാസി, അതാണ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ. അയാളെ വിചാരിച്ചിട്ടാണ് ഞാൻ എന്റെ പുരക്ക് വില കൂട്ടിയത് എന്നാ ജൂതം പറഞ്ഞെങ്കില് ഞമ്മ വിൽക്കാൻ വേണ്ടിട്ട് വെച്ച പുരക്ക് വില കൂട്ടിയതാ, അല്ല മാസം പോകുമ്പോ ഇങ്ങനെ കുറച്ചോണ്ട് പോയത്? കുറച്ചോണ്ടേ പോയിന്, കസ്റ്റമർ വരുന്നേ ഇല്ല. അവസാനം 3 ലക്ഷം ചെല്ലിയത് ഞാൻ 1.75 ഫൈനലാക്കി. എന്തേ? എങ്ങനെങ്കിലും ഇടുന്നു മലാമത്ത് പോയിട്ടങ്ങ് മതി. എന്തേ? അങ്ങനത്തെ അയൽവാസി കണ്ടാമാല. ഓരെന്നോട് നേരില്ല, ഞാൻ ഓരോട് നേരില്ല. അപ്പുറത്ത് തൂറിയ കാട്ടവും വീട്ടിയ വമ്പർസുയല്ല എന്റെ വളപ്പില്. എന്റെ ഓള് മുറിച്ച് മീനിന്റെ തലയും മത്തിന്റെ പാലും അപ്പുറത്തെ വളപ്പില്. അല്ലേ? ഇത് ഫിലിമിന്റെ സ്റ്റോറി അല്ല, നമ്മൾ പരിസരത്ത് നടക്കുന്ന കഥയാണിത്. നമ്മൾ അയൽവാസിനെ വിചാരിച്ചിട്ട് നമ്മ പരവിക്കാൻ വേണ്ടി തീരുമാനിച്ചോ, സ്ഥലത്തിന് വീടിന് വില കുറച്ചിട്ട് എങ്ങനെങ്കിലും ഒന്ന് പോയി കിട്ടിയാൽ മതി. എന്നാ ജൂതം വിചാരിച്ചത് വിറ്റില്ലെങ്കിലും സാരമില്ല, വില കൂട്ടുന്ന തന്നെ. എന്റെ കാര്യോ നല്ലൊരു അയൽവാസിയുണ്ട്, അയാള് വിട്ടിട്ട് പോന്ന് ചെല്ലുമ്പോ കറല് കത്തുന്നു. എന്തായിരിക്കും അയൽവാസിയുടെ പെരുമാറ്റം ഒന്ന് ആലോചിച്ച് നോക്കൂ. ഈ ചരിത്രം കേൾക്കുമ്പോ നിങ്ങൾക്ക് നിങ്ങളെ അയൽവാസിനെ എടുത്തിട്ട് കിണറ്റിൽ കിടാൻ തോന്നില്ലേ? തോന്നാ എന്നാ അയാൾക്കും തോന്നിട്ടുണ്ടാവും നിങ്ങളെ പൊട്ട കിണറിലേക്ക് ഇടാൻ. കാരണം രണ്ടും ഒന്ന് തന്നെ, ചക്കി കൊത്ത ചൊങ്കരം. നിങ്ങൾക്ക് മാത്രമല്ല തോന്നുന്നു. അവരോടുള്ള ബന്ധം നന്നാവണോ? ബന്ധം നന്നായെങ്കിലേ സ്വർഗം. ബന്ധം മുറിച്ചവന് സ്വർഗമില്ല, ബന്ധം മുറിച്ചവർക്ക് സ്വർഗമില്ല. ലാ യദ്ഖുലുൽ ജന്നത ഖാതിഉ റഹീം.
കുടുംബബന്ധം മുറിച്ചവന് സ്വർഗമില്ലേ ഇല്ല. അവന്റെ ദുആക്ക് ഇജാബത്തില്ല. കുടുംബക്കാരോട് അരിശപ്പെട്ടവന്, കുടുംബക്കാരോട് ദേഷ്യത്തിൽ കഴിയുന്നവന്, കുടുംബക്കാരോട് മനസ്താപം വെച്ച് പുലർത്തുന്നവന്, കുടുംബക്കാരുടെ വീടുമായിട്ട് ബന്ധമില്ലാത്തവന് സ്വർഗമില്ല. അവന്റെ ദുആക്ക് ഉത്തരമില്ല. മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു മുബാറക് റളിയല്ലാഹു അൻഹു ഇതുപോലെ ഒരു കൂട്ടർക്ക് വേല പറയുകയാണ്, ക്ലാസ് എടുക്കുകയാണ്, ദീനീ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്. എല്ലാം കഴിഞ്ഞപ്പോ, ക്ലാസ് കഴിഞ്ഞപ്പോ, പരിപാടി തീരുന്ന നേരത്ത് ദുആരക്കേണ്ട സമയമായപ്പോ അബ്ദുല്ലാഹ് ഇബ്നു മുബാറക് റളിയല്ലാഹു അൻഹു സമാന സംഭവം അബൂ ഹുറൈറ തൊട്ടും ഉദ്ധരിക്കപ്പെടുന്നുണ്ട്. ഏതുവാകട്ടെ അബ്ദുല്ലാഹ് ഇബ്നു മുബാറക് റളിയല്ലാഹു അൻഹു പ്രസംഗം തീർന്നപാട്, വയല് തീർന്നപാട്, ക്ലാസ് തീർന്നപാട് അവിടെ കൂടിയ ജനങ്ങളോട് പറഞ്ഞെന്തറിയാ, മാന്യമഹാജനങ്ങളെ, അൻഷുദുക്കും ബില്ലാഹ്, അല്ലാഹനെ മുൻനിർത്തിയിട്ട് ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, ഈ ഇരിക്കുന്ന കൂട്ടത്തില് എളാപ്പയോട് മിണ്ടാത്തവരുണ്ടോ? അളിയന്മാരോട് മിണ്ടാത്തവരുണ്ടോ? അമ്മായിയോട് മിണ്ടാത്ത മരുമോളുണ്ടോ? മരുമോളോട് മിണ്ടാത്ത അമ്മായിയുണ്ടോ? മക്കളോട് മിണ്ടാത്ത ബാപ്പമാരുണ്ടോ? ബന്ധം മുറിച്ച കുടുംബ ബന്ധം മുറിച്ചവരുണ്ടോ? ഉണ്ടെങ്കിൽ അബ്ദുല്ലാഹ് ഇബ്നു മുബാറക് തങ്ങൾ പറയുകയാ, കുടുംബക്കാരോട് ബന്ധം മുറിച്ചവരുണ്ടെങ്കിൽ, കുടുംബക്കാരോട് ദേഷ്യപ്പെട്ടവരുണ്ടെങ്കിൽ, അവരോടുള്ള വിഷയം പിന്നെ പെരുമാറ്റം മോശപ്പെട്ടവരുണ്ടെങ്കിൽ ഫഖ്റുജ് അന്നാ ഫഖ്റുജ് അന്നാ ഫഇന്നാ നുരീദു അൻ നദ്ഉ റബ്ബനാ. കുടുംബബന്ധം മുറിച്ചോറുണ്ടെങ്കിൽ കുടുംബക്കാരിലെ അളാപ്പ, അളാമ, അളിയന്, കുളിയൻ ആരുമാട്ട് ഓരോടും മിണ്ടാതെ അല്ലെങ്കിൽ അരിസപ്പെട്ടിട്ട് കൈ നാരങ്ങ വയല് കേട്ടിട്ടൂടെ ഉണ്ടെങ്കിൽ നിങ്ങൾ ബേ ഒന്ന് പുറത്തു പോയി അബൂറെ നിങ്ങൾ പോയിരുണ്ട. ഇത് അബ്ദുല്ലാഹ് ഇബ്നു മുബാറക് തങ്ങൾ പറയുന്നത്. ഇപ്പൊ ഈടുന്ന് പോണാ ഞാൻ പിന്നെ ചെല്ല, കാരണം നമുക്കൊന്നും വരക്കണ്ടേ, നമുക്കൊന്നും വരക്കണ്ടേ, നമ്മള് ദുആക്ക് ഇജാബത്ത് വേണ്ടേ. അബ്ദുല്ലാഹ് ഇബ്നു മുബാറക് തങ്ങൾ പറഞ്ഞു, വയലെല്ലാം കഴിഞ്ഞു, ക്ലാസ് എല്ലാം കഴിഞ്ഞു, ഖത്തം ഖലാസ്. ഇനി നിങ്ങൾ അപ്പുറപ്പുറം ആരെങ്കിലും ഉണ്ടാത്തോറ, ഉമ്മാന്റെ അല്ല, വാപ്പാന്റെ അല്ല, അല്ലെങ്കിൽ കെട്ടിയോന്റെ അല്ല, കെട്ടിയോളല്ല, അളിയന്മാരല്ല, അമ്മായിന്റെ അല്ല, എളാപ്പാന്റെ അല്ല, എളാമാന്റെ അല്ല, കുടുംബക്കാരും ഉണ്ടാത്തോറുണ്ടെങ്കിൽ പുറത്തു പോ. എന്താ കാര്യം? എന്താ കാര്യം? ഇനി ഞങ്ങൾ ദുആരക്കുകയാണ്, ഞങ്ങളെ റബ്ബിനോട് പ്രാർത്ഥിക്കാൻ വേണ്ടി പോവുകയാണ്, കൂട്ടമായിട്ടിരുന്നിട്ടുള്ള ദുആ നടത്തുകയാണ്. ഞങ്ങളെ രോഗങ്ങൾ പറഞ്ഞിട്ട്, ഞങ്ങളെ പ്രയാസങ്ങൾ പറഞ്ഞിട്ട്, ഞങ്ങളെ മുറാദുകൾ പറഞ്ഞിട്ട്, ഞങ്ങളെ ആഖിറം പറഞ്ഞിട്ട്, ഞങ്ങളെ ആഖിബത്ത് പറഞ്ഞിട്ട്, ഞങ്ങളെ ഖബർ ലോകത്തെ പറ്റി പറഞ്ഞിട്ട് അല്ലാഹുവിനോട് ഞങ്ങൾ ദുആരക്കാൻ വേണ്ടി പോവുകയാണ്. ഞങ്ങളെ ദുആക്ക് അല്ലാഹു ഉത്തരം ചെയ്യണമെങ്കിൽ കുടുംബബന്ധം മുറിച്ചവരുണ്ടാകരുത്. കാരണമെന്തറിയോ? കുടുംബബന്ധം മുറിച്ചവരുള്ള മജ്ലിസിൽ ദുആരെന്നാൽ ആ ദുആക്ക് ഉത്തരമില്ലെന്ന് ശഫീഉൽ വറാ റസൂലുള്ളാഹ്. കുടുംബക്കാരോട് ചൊടിച്ചിട്ട് ദ്വാരക്കുന്നെങ്കിൽ, ഫോർ എക്സാമ്പിൾ, മസലൻ തഖ്ദീറൻ, ഞാൻ എന്റെ അളിയന്മാരോട് ചൊടിച്ചെന്ന് കൂട്ടിക്കോളി, എനിക്ക് ചൊടിയില്ല വേലെ. ഉദാഹരണം ചെന്ന് നിങ്ങൾ ഫോണാക്കി കേട്ടണ്ട, അല്ല നീ കേട്ടൊന്നും മോശമൊന്നും ഇല്ല. കാരണം എന്താ പറഞ്ഞാ, ചിലപ്പോ ചെല്ലും പോലെ ആയിക്കൊള്ളണമെന്നില്ല, ഉള്ളിൽ കളി വേറെ തന്നെ ഉണ്ടാവും. വളകിന കുട്ടു ശിവനെ ബള്ള പറഞ്ഞ കേട്ടിട്ട് നിങ്ങ ഒരാളെ കണ്ടിട്ട് മാർക്കിടാൻ കയ്യ, ചിലപ്പോ ഒരു കളി വേറെ ഉണ്ടാവും. എന്നെ നിക്കിപ്പോ കാണുമ്പോ കൈ മുത്തോണെന്നെല്ലാം തോന്നില്ലേ? പയ്യ പോകുമ്പോ കൈ മുത്തണോ? ചില മനുഷ്യന്മാർക്ക് രണ്ട് കൈ മുത്തണം തോന്നില്ലേ? തോന്നെങ്കിൽ ഒന്നെന്റെ പരയുമായിട്ടൊന്ന് ബന്ധപ്പെടണം. അപ്പൊ നിങ്ങക്ക് അറിയും കൈ മുത്തണ അല്ല കൈ കൊത്തണ. ഒറ്റടിക്ക് ഞമ്മ ആരും വിലയിരുത്തണ്ട, കോലം നോക്കിയിട്ട് ആരും വിലയിരുത്തണ്ട. അല്ലാഹു മഹാന്മാരെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളെ ഉള്ളും പുറവും നന്നാക്കി തരട്ടെ.
ആമീൻ ചൊല്ല്. അല്ലാഹു ഞങ്ങളെ ഉള്ളും പുറവും നന്നാക്കി തരട്ടെ, ഞങ്ങളെ വാക്കും ഞങ്ങളെ പ്രവർത്തനവും അല്ലാഹു നന്നാക്കി തരട്ടെ, ഞങ്ങളെ സ്വഭാവം അല്ലാഹു നന്നാക്കി തരട്ടെ, ഞങ്ങൾക്കുള്ള ഈമാനും ഹിദായത്തും അല്ലാഹു ഏറ്റി തരട്ടെ. അല്ലാഹു അവന്റെ സ്വാലിഹീങ്ങളിൽ ഞങ്ങളെ പെടുത്തട്ടെ. മറ്റുള്ളവരോടുള്ള ബന്ധം അല്ലാഹു നല്ല നിലയ്ക്ക് കാത്തു സൂക്ഷിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. വല്ല വിഷമങ്ങളോ ബേജാറോ ഞങ്ങൾക്ക് അവർ തന്നിട്ടുണ്ടെങ്കിൽ അതെല്ലാം മറന്ന് പൊരുത്തപ്പെട്ടിട്ട് അവരോടുള്ള ബന്ധം ഊഷ്മളമാക്കാൻ നന്നാക്കാൻ അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകട്ടെ. അബ്ദുല്ലാഹി ഇബ്നു മുബാറക് തങ്ങൾ പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ബന്ധം മുറിച്ചവർ ദുആരുന്നെങ്കിൽ ഉത്തരം കിട്ടാല, ബന്ധം മുറിച്ചവരുള്ള മജ്ലിസിൽ ദുആരുന്നിട്ട് ബാക്കിയുള്ളവർക്കും ഉത്തരം കിട്ടാല. അപ്പൊ നിങ്ങൾ പോയി എണിച്ചിട്ട് പോയി, ഞങ്ങൾക്ക് കുറച്ച് ദ്വാരക്കാനുണ്ട്. അബ്ദുല്ലാഹി ഇബ്നു മുബാറക് തങ്ങൾ പറഞ്ഞു, അപ്പൊ നിങ്ങൾ ഉണ്ടെങ്കിൽ ഉത്തരം കിട്ടാല, നിങ്ങൾ ഈ പിന്നെ കൊണവും മണവും ഇല്ലാത്തവർ ഇരുന്നിട്ട് ഞങ്ങളെ ദുഹാൻ ഇവിടെ കാക്കാൻ നിൽക്കണ്ട, അതുകൊണ്ട് ഞങ്ങൾക്ക് ദ്വാരക്കോണം നിങ്ങൾ പോയിറ്, കുടുംബം തോറും മുറിച്ചോറുണ്ടെങ്കിൽ പോയിറ്, നിങ്ങൾ പോ, രാജിയാവോ അതെല്ലാം പിന്നത്തെ വിഷയം, അതെല്ലാം വേല പറഞ്ഞിട്ടായല്ല. സുൽഹാണോ നേരാണോ മറക്കണോ പൊറുക്കണോ ഇല്ലേ ഇല്ലേ എല്ലാം പറഞ്ഞിട്ടായി, ഇനി വേറൊന്നും പറയാനില്ല. ചില മനുഷ്യന്മാരുണ്ട് എന്തറിഞ്ഞ, നീ മുഞ്ഞാന്ന് ഉംറാക്ക് പോകുമ്പോ അല്ലെങ്കിൽ സിയാറത്തിന് പോകുമ്പോ അല്ലെങ്കിൽ മോളെ മംഗലത്തിന് വിളിക്കുമ്പോ നീ എല്ലാരെയും വിളിച്ചിട്ട് നീ അളിയനെ വിളിച്ചിട്ടാലോ? ഞാൻ വിളിച്ചിട്ടില്ല, ഞാൻ വിളിക്കാല, ഞാൻ വിളിച്ചിട്ടില്ല, ഞാൻ ഉംറക്ക് പോകുമ്പോ ചെല്ലിട്ട ഞാൻ വിളിക്കൂല. എന്റെ അത് അപ്പൊ ഈ കേട്ട മനുഷ്യരോട് ചെല്ലെന്ന് പറഞ്ഞ അങ്ങനെ ആക്കാൻ കഴിയ. മൂന്നാമത്തെ ദുനിയാവ് ഇത്ര കണ്ട് എന്ന് നീ ചൊടിക്കണോ? അല്ലാതെ നിന്റെ മോളെ മംഗലം അല്ലേ, ഇനി ഇങ്ങനത്തെ ഒരു മംഗലത്തിന് അവസരം ഉണ്ടാ? അല്ലാണ്ട് നീ പോന്ന ഉംറക്കല്ലേ, മാത്രല്ല നാളെ മരിക്കണ്ടേ, എല്ലാം മറക്ക്, നീ പൊറുക്ക്, നീ നേരാവും, നീ സന്തോഷത്തിലാവും, നീ പിരിസത്തിലാവും, നീ അത് രാജിയാവെന്ന് പറയുമ്പോ ഈ ചങ്ങായി ചെല്ല മറുപടി എന്തറിഞ്ഞ, മറക്കണമെന്നാ, ഞാന് പൊറുക്കണ അല്ല പുറത്തെങ്ങും ഞാന് പൊറുക്കല്ല. കണ്ട അള്ളാനെക്കാളും വലിയ ആളിപ്പോ ഓനിപ്പോ പള്ളിന്റെ അടുത്ത മൈന ആളാക്കണ്ടിയെ ഓൻ പറഞ്ഞത്, അല്ല പുറത്തെങ്ങും ഞാൻ പൊറുക്കല്ല. എങ്ങനെയുണ്ടോ എന്റെ ഈമാന്, എങ്ങനെയുണ്ടോ എന്റെ ഈമാന്? നിസ്കാരത്തിന്റെ കല കണ്ടെങ്കിൽ മൂന്നാൾക്ക് തുണി എടുക്കുക, അത്ര ബെൽത്, എന്നിട്ട് ഓന്റെ വാക്കിയത് അല്ല പുറത്തെങ്ങും ഞാൻ പൊറുക്കല്ല. നിങ്ങൾ ആരും ആവശ്യത്തിൽ മുണ്ടണ്ട, ഒന്നും ആവശ്യത്തിൽ ചെല്ലാൻ നിൽക്കണ്ട, ഞാനിത് കേൾക്കൂല. അല്ല പുറത്തെങ്ങും ഞാൻ പൊറുക്കല്ല. നിന്റെ പൊരുത്ത ആർക്ക് വേണേ, ഇതെന്ത് പൊരുത്ത നിന്റെ, നീ ആര്, നിനക്കത് കൊമ്പുണ്ട? മരിക്കണ്ടേ, നാളെ ഹിസാബില്ലേ, നാളെ റബ്ബ് ചോദിക്കുമ്പോ പടച്ചോനെ നീ പൊരുത്തങ്ങും ഞാൻ പൊറുക്കാനാന്ന് ഓന്റെ മുമ്പിൽ പറയാനുള്ള ബെറ്ററി നട്ടല്ലേ കുഞ്ചിരോമം നിനക്കുണ്ടാ? നീ എന്ത് മുസ്ലിം, നീ എന്ത് മുസ്ലിം? ഇതൊരു വാക്കാണോ? ഇത് നമ്മളെ വായിന്ന് പറഞ്ഞ വാക്കാ? ദേഷ്യപ്പെടരുത്, ഒരാളോടും ദേഷ്യപ്പെടരുത്, ഒരാളോടും കോപിക്കരുത്. നാളെ റബ്ബിന്റെ കോടതിയിലെത്തുമ്പോ അതിനൊക്കെ നീ നല്ല വില കൊടുക്കേണ്ടി വരോ. നിന്റെ ഇബാദത്തും നിന്റെ അമലും നാളെ അവിടെ ചിലപ്പോൾ ലിസ്റ്റില് കാണില്ല. അല്ലാഹ് കാക്കട്ടെ. കിട്ടുന്നില്ല, കുടുംബക്കാരോടുള്ള ബന്ധം നന്നാക്കിയാൽ ഈ ആയുസ് നീട്ടിക്കിട്ടണം അല്ലേ? എല്ലാവർക്കും കുറെ കാലം ജീവിക്കണം ആസയില്ലേ? ഇല്ലേ? നിങ്ങൾക്ക് ആസയില്ലേ? ഇനിയും ഇങ്ങനത്തെ ഒരു 4 ഉറൂസിന് കൂടണമെന്ന് വയസ്സന്മാർക്കും ആസയില്ലേ? എന്തുമുണ്ട് പിന്നെ അല്ലാഹു എത്തിക്കട്ടെ. വേണോ? കാരണം എന്താ പറഞ്ഞാൽ ബേം മരിക്കണമെന്ന് ആസിക്കാനേ പാടില്ല. ചില മനുഷ്യന്മാർ പറയലുണ്ട്, പേരന്റെ ഉള്ളിൽ ഗുലുമാലാക്കിയിട്ട് കെട്ടിയോനും കെട്ടിയോളും പിണങ്ങിയിട്ട് അല്ലെങ്കിൽ ഉമ്മാവും മക്കളും പിണങ്ങിയിട്ട് അവസാനം ഫൈനലായിട്ട് പറയുന്ന ഒരു വാക്കുണ്ട് ഉമ്മ അല്ലെങ്കിൽ കെട്ടിയോള്. എന്തറിഞ്ഞാ മലാമത്ത് ഒരിക്കൽ മരിച്ചിട്ട് പോയി നിങ്ങൾ നല്ല ഉണ്ടായി, നീ ഏടക്ക് പോകുന്ന കുമ്പം കുതിക്കാം, നീ ഏടക്ക് പോകുന്ന മതി എടുക്കത്തേക്ക, അത് കബറല്ലേ? അത്ര എളുപ്പമുണ്ടോ പോവാന്? അങ്ങനെ മരിക്കണ്ട. മരിക്കാൻ വേണ്ടി ആശിക്കരുത്, മരണത്തെ ആഗ്രഹിക്കരുത്, അതേ സമയത്ത് മരണത്തെ മറക്കരുത്. മരണം ആഗ്രഹിക്കാൻ പാടില്ല. ഞാനൊരിക്കൽ മരിച്ചാ നന്നായിന്, എനിക്കൊരിക്കൽ മരിച്ചെങ്ങ് മതിയാട്ടിയതിന് എന്നിങ്ങനെ മരണത്തെ ആഗ്രഹിക്കരുത്. അതേ സമയം മരണത്തെ മറക്കാൻ പാടില്ല. ദീർഘായുസ് അതൊരു ബർക്കത്താണ്. ദീർഘായുസ് അത് നല്ലവർക്കുള്ള ഗുണമാണ്. ഹബീബായ റസൂലുള്ളാഹി പറഞ്ഞല്ലോ, ഖൈറുക്കും ഖൈറുക്കും മൻ താല ഉംറുഹു വഹസുന അമലുഹു ശർറുക്കും മൻ താല ഉംറുഹു വസാഅ അമലുഹു. നിങ്ങളെ കൂട്ടത്തിൽ
കൂട്ടത്തിൽ ഏറ്റവും നല്ല ഭാഗ്യവാൻ ആരറിയോ? കുറെ കാലം സൽക്കർമ്മങ്ങൾ ചെയ്തിട്ട് ജീവിച്ചവരാണ്, നൽകാര്യങ്ങൾ ചെയ്തിട്ട് ജീവിച്ചവര്, നല്ല പ്രവർത്തനങ്ങൾ ചെയ്തിട്ട് ജീവിച്ചവര്, ഇതുപോലത്തെ കാര്യങ്ങളിൽ വന്നിട്ടിരുന്നിട്ട് കുറെ കാലം ജീവിച്ചവര്, പാവങ്ങളെ സഹായിച്ചിട്ട് ജീവിച്ചവര്, ധാരാളം അല്ലാഹ് ഇബാദത്ത് എടുത്ത് ജീവിച്ചവര്, അങ്ങനെ ജീവിച്ചവര് ഈ നിങ്ങളെ കൂട്ടത്തില് ഏറ്റവും ഖൈറായവരാണ് ഹബീബുൽ വറാ റസൂലുള്ളാഹ്. അപ്പൊ കുറെ കാലം ജീവിക്കണമെന്നുണ്ടെങ്കിൽ 3 കാര്യം ചെയ്തോ അല്ലാഹു ദീർഘായുസ് നൽകുന്നതാണ്. ഉമ്മ കേട്ടോ, പിരിശപ്പെട്ട പെങ്ങള് കേട്ടോ, പൊന്നു മുസ്ലിം കേട്ടോ, ദീർഘായുസോടെ ജീവിക്കണമെന്നുണ്ടെങ്കിൽ 3 കാര്യം ചെയ്തോ. ഒന്ന് ഖുർആൻ ഓദിക്കോ. ഖുർആൻ ഓതിയെങ്കിൽ ഒരു അക്ഷരത്തിന് 10 കൂലി ആഖിറത്തിൽ മാത്രമല്ല. ഖുർആൻ ഓതിയെങ്കിൽ പിന്നെ നാളെ അള്ളാന്റെ കൂലി മാത്രമല്ല, ഖുർആൻ എല്ലാത്തിനും വരുന്നതാണ്. ഫീഹി ശിഫാ, ഫീഹി ശിഫാ ഖുർആനല്ലേ? മുസ്തഫായ റസൂലുള്ളാഹി പറഞ്ഞില്ലേ, അലൈക്കും ബിശിഫായിൻ അൽ ഖുർആനു വൽ അസലു. 2 മരുന്ന് നിങ്ങളെ കയ്യിൽ എപ്പോഴും പോണം. അത് നിങ്ങൾ യൂസ് ആക്കുന്നെങ്കിൽ നിങ്ങൾക്ക് രോഗവും ക്ഷീണൊന്നും വരല, നിങ്ങൾക്കൊരു പ്രയാസം വരല, നിങ്ങളെ മനസ്സ് തളരല, നിങ്ങളെ തടി തകരല. ആ 2 മരുന്ന് പോണം നിങ്ങളെ കയ്യില്. ഏതാ 2 മരുന്ന്? അൽ ഖുർആനു, ഒന്ന് ഖുർആനാണ്, മറ്റൊന്ന് അൽ അസലു, തേന്. തേന് 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 ഹനി, ഒറിജിനൽ തേനട്ട. ഈ റോഡ് സൈഡിലെല്ലാം കിട്ടുന്നതെല്ലാം തേനായിക്കൊള്ളുന്നില്ല. തേനാണെങ്കിൽ അത് മരുന്നാണ്. വിശുദ്ധ ഖുർആനും മരുന്നാണ്. വിശുദ്ധ ഖുർആൻ ഓൺലി ഫിലോസഫിക്കൽ ബുക്ക് മാത്രമല്ല, തത്വങ്ങളും ശാസ്ത്രങ്ങളും മാത്രം പറയുന്ന ഒരു കിതാബല്ല ഖുർആൻ. അത് പറയുന്നുണ്ട് എന്നത് നേരെ, അതോടൊപ്പം ഖുർആൻ മരുന്നാണ്. ഫീഹി ശിഫാഉൽ ലിന്നാസ്, ഫീഹി ശിഫാഉൽ ലിമാ ഫിസ് സുദൂർ. എല്ലാത്തിനും മരുന്നാണ് ഖുർആൻ. ആഖിറത്തിൽ കൂലിയുണ്ട്, ഖബറിൽ വെളിച്ചമുണ്ട്, അല്ലേ? എല്ലാം ഉണ്ട്. അതോടൊപ്പം ഖുർആൻ മരുന്നാണ്. ഹബീബായ റസൂലുള്ളാഹി പറഞ്ഞു, ഒരാൾ വെള്ളിയാഴ്ച നൽകഫ് സൂറത്ത് ഓതിയെങ്കിൽ അയാൾക്ക് അടുത്ത വെള്ളിയാഴ്ച വരെ ബർക്കത്തുണ്ട്. അതിന്റെ അർത്ഥം എന്ത്? അയാൾക്ക് ആയുസ്സുണ്ട്, അടുത്ത വെള്ളിയാഴ്ച വരെ മരിക്കല. അടുത്ത വെള്ളിയാഴ്ച വരെ മരിക്കലെന്ന് ഉറപ്പന്നെ. എന്റെ ഉപ്പാപ്പ 3 വെള്ളിയാഴ്ച ഓതിയിട്ട് അടുത്ത ശനിയാഴ്ച മരിച്ചില്ലല്ലോ. മരിക്കേയില്ല എന്നല്ല പറഞ്ഞ. അയാള് ഉപ്പിൽ വെച്ച മറ്റേ ലെമൻ, എന്താ പറയാ, നേരങ്ങ പോലെ അങ്ങനെ ചുരുണ്ടിട്ട് ഇങ്ങനെ ബാക്കിയാവുന്നല്ല പറഞ്ഞേ. മരിക്കും ഉറപ്പന്നല്ലേ, ഒരു കാലത്ത് മരിക്കണ്ടേ. പക്ഷെ പെട്ടെന്ന് മരിക്കല. അയാൾ ആയുസ്സിൽ ബർക്കത്തുണ്ടാവും, അയാൾക്ക് ദീർഘായുസ് അല്ലാഹു കൊടുക്കും. അതിന് പറ്റിയ മരുന്നാണ് ഖുർആനോത്ത്. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞ മറ്റൊരു ഹദീസിൽ ഇങ്ങനെ കാണാം, ഒരാൾ രാവിലെ യാസീൻ ഓതിയാൽ 1 വട്ടമോ വഫീ റിവായത്തിന് 3 വട്ടമോ ഒരാൾ യാസീൻ ഓതിയാൽ അന്ന് വൈകുന്നേരം വരെ അയാൾ ആയുസ്സിൽ ബർക്കത്തുണ്ട്, മരണമില്ല. ഒരാൾ വൈകുന്നേരം യാസീൻ ഓതിയാൽ പിറ്റേന്ന് രാവിലെ വരെ അയാൾ ആയുസ്സിൽ അഭിവൃദ്ധിയുണ്ട്. അപ്പൊ അതിന്റെ അർത്ഥം എന്ത്? ആയുസ് നല്ല ആരോഗ്യത്തിൽ ചന്തത്തിൽ നീട്ടിക്കിട്ടാൻ ഏറ്റവും നല്ല എളുപ്പത്തിന്റെ മരുന്ന് ഖുർആനോദലാണ്. ജിമ്മിന് വായി നല്ല സ്വഭിക്കണിച്ചിട്ട് അജവംസരസാനം കുടിക്കേണ്ടതല്ല. ഒന്ന് ഖുർആനോദണം, പിന്നൊന്ന് സദഖ കൊടുക്കണം, പിന്നൊന്ന് കുടുംബക്കാരോടുള്ള ബന്ധം ചന്താക്കണം. കുടുംബക്കാരോടുള്ള ബന്ധം നീ നന്നാക്കിയെങ്കിലേ, കുടുംബക്കാരോട് എന്തോ ഒരു വിരുഷം, കുടുംബക്കാരോട് എന്തോ ഒരു ബന്ധം, അവരെ ഇടക്കിടക്ക് വിളിച്ചോണ്ടും സുഖവിവരം കേട്ടോണ്ടും എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ കൊടുത്തോണ്ടും നല്ല സഹകരണം. ആ നിലക്കാണ് നിന്റെ പോക്കെങ്കിൽ നിന്റെ ആയുസ്സിൽ വർധനവുണ്ട്, നിന്നല്ലവേ മരിക്കാൻ വിടയല്ല. 4 ആൾക്ക് ഗുണമുണ്ടെങ്കിൽ പിന്നെ നീ ബാക്കിയാൻ തന്നെയല്ലേ ഖൈറ്, അല്ലേ? 5 പൈസന്റെ ഗുണമില്ലാത്തവൻ ഈടെ ഇരുമ്പിന്റെ കമ്പി പോലെ ബാക്കിയായിട്ട് എന്ത് കാര്യം? നാളെ പോൻ തന്നെയല്ലേ നല്ലേ? നാട്ടുകാർക്കും നല്ല, കുടുംബത്തിനും നല്ലേ. ഒരു ഗുണവും മണവും ഇല്ലാത്തവൻ ബാക്കിയാകുന്നതിന്. അതേ സമയത്ത് 4 ആൾക്ക് ഗുണമുള്ളവനാണെങ്കിൽ അവന്റെ ആയുസ്സിൽ അല്ലാഹു ബർക്കത്ത് ചെയ്യും, വർധനവ് കൊടുക്കും. കുടുംബക്കാരോട് നല്ല ബന്ധം വെച്ച് പുലർത്തണോ, ആയുസ്സിൽ വർധനവുണ്ട്.
സദക്ക കൊടുക്കണോ? ആയുസ്സിൽ വർധനമുണ്ട്. സദക്ക കൊടുത്തെങ്കിൽ എല്ലാത്തിനും വരുന്ന സദക്ക. സദക്ക കൊടുക്കുന്നെങ്കിൽ അല്ലാഹു ആയുസ് നീട്ടിത്തരോ. സദക്ക കൊടുക്കുന്നെങ്കിൽ അല്ലാഹു കൊടുത്തനേക്കാളേറെ തിരിച്ചു തരാം. സദക്ക കൊടുക്കൽ കൊണ്ട് അല്ലാഹു കോപം തടയപ്പെടോ. സദക്ക കൊടുക്കൽ കൊണ്ട് അല്ലാഹു ആപത്ത് മുസീബത്ത് വിപത്തുകളെ തൊട്ടുകാക്കും. സദക്ക കൊടുക്കൽ കൊണ്ട് അല്ലാഹു ഖബർ വിശാലമാക്കും. സദക്ക കൊടുക്കൽ കൊണ്ട് നിങ്ങളെ ദുആക്ക് അല്ലാഹു ഉത്തരം ചെയ്യും.